നമസ്കാരം. നമ്മുടെ പരിപാടി ആരംഭിക്കുവാൻ പോവുകയാണ്. മുഖ്യാതിഥികളെയും വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ചടങ്ങുകളും GNG റബേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള പ്ലാന്റേഷൻ അഡപ്റ്ററിൻ്റെ ഇവിടെ ദിനാചരണം ഒപ്പം സെലിബ്രേഷൻ ആൻഡ് ആനുവൽ മീറ്റും നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് സ്വാഗത പ്രസംഗത്തിനായി GNG റബേഴ്സ് ഫൗണ്ടറും ലീഡറുമായ ശ്രീ ഗോപകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറെ ബഹുമാന്യനും ആരാധ്യനുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുഖ്യാതിഥി ശ്രീ വസന്തകേശൻ സാർ, KRLന്റെ അമരക്കാരിയായ നമ്മുടെ ഏറെ ബഹുമാനിയായ ഷീല മേഡം, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള പ്രിയങ്കരായ ഉദ്യോഗസ്ഥരെ, കർഷകരെ, പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ഇന്ന് മാർച്ച് 12 പ്ലാന്റേഷൻ അഡോപ്ഷൻ ദിനാചരണം. ഇതൊരു ഇപ്പോൾ തുടക്കമാണ്. ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള ചെറിയ തുടക്കം. വർഷങ്ങളായി ഇത് നടത്തുന്ന സ്ഥാപനം GNG റബേഴ്സ്. ഞാനിവിടെ കൂടുതലായി പരാമർശിക്കുന്നില്ല. കാരണം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന
റബ്ബർ മേഖലയുടെ രാജ്യത്തെ അമരക്കാരനും കേരളത്തിലെ റബ്ബർ വ്യവസായത്തിൻ്റെ നാഥയുമായ ബഹുമാന്യരായ ആളുകൾ ഇരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളേവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം മുന്നിലുള്ളപ്പോൾ സമയബന്ധിതമായി ഇത് തീർക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എൻ്റെ കർത്തവ്യം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചുരുങ്ങിയ ചില വാക്കുകൾ. ജിയാൻജി റബ്ബേഴ്സ് ആൻഡ് ഏജൻസീസ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് ഇന്നാട്ടിൽ സുപരിചിതമാണ്. ഇന്നാട്ടിൽ മാത്രമല്ല, നമ്മുടെ ബഹുമാനായ ഇഡിക്ക് അറിയാം, റബ്ബർ മേഖലയിൽ രാജ്യമാകമാനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാമമാണ് ജിയാൻജി റബ്ബേഴ്സ്. എങ്ങനെ അത് ആ നിലയിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ, ഞാനും എന്നോടൊപ്പമുള്ള ആത്മാർത്ഥമായ ഒരു കൂട്ടം ആളുകളുടെയും പ്രയത്നം, അത് മഹത്തായ റബ്ബർ ബോർഡ്, കാരണം മഹത്തരമായ ഒത്തിരി ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ്മയായ പ്രവർത്തനമാണ് ആ പ്രസ്ഥാനത്തെ മഹത്തായ റബ്ബർ ബോർഡ്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം 75 വർഷങ്ങൾ അത്തരം ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനത്തിലൂടെ ഒരു വലിയ പ്രസ്ഥാനം രൂപപ്പെട്ടപ്പോൾ കേരളമടക്കമുള്ള പ്രദേശങ്ങളിൽ റബ്ബർ കൃഷി വ്യാപിക്കുകയും റബ്ബർ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തും ഒക്കെ എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ നാട്, കേരളം നേരിടുന്ന, റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന റബ്ബർ പ്രതിസന്ധിയെക്കുറിച്ചാണ്. റബ്ബറിനോട് കർഷകർക്ക് താല്പര്യമില്ല, തൊഴിലാളികൾക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ 2 പതിറ്റാണ്ട് സജീവമായി അനുദിനം അത് കൂടിക്കൂടി വരികയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ന് മാർച്ച് 12 റബ്ബർ പ്ലാന്റേഷൻ അഡോപ്ഷൻ ദിനമായി ജിയാൻജി റബ്ബേഴ്സ് ആചരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നാട്ടിൽ ഈ റബ്ബർ പ്രതിസന്ധി പറഞ്ഞപ്പോൾ ഇവിടെ പ്രതിസന്ധി ഇല്ല, പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആ പ്രവർത്തനം പ്രധാനമായും റബ്ബർ നമുക്കറിയാം 50,000-ൽ പരം ഉൽപ്പന്നങ്ങളിലൂടെ നമ്മുടെ ലോകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശിഷ്ടമായ അസംസ്കൃത ഉൽപ്പന്നമാണ്, കാർഷിക ഉൽപ്പന്നമാണ്, വ്യാവസായിക ഉൽപ്പന്ന ഗണത്തിലാണ് പെടുന്നത്. പക്ഷെ ആ ഉൽപ്പന്നം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമമായ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ കർഷകർക്ക് താല്പര്യമില്ലാത്തതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. നമ്മൾ ആ കാരണങ്ങൾ അത് പ്രതിസന്ധികളായി മാറുമ്പോൾ, മനുഷ്യരാശി എന്നും എക്കാലവും പ്രതിസന്ധികളെ പരിഹരിച്ചവരാണ്. നമ്മുടെ മുന്നിൽ ഈ അടുത്ത കാലത്ത് കോവിഡ് വന്നു, പരിഹരിച്ചു. ഇപ്പോൾ പ്രതിസന്ധി എന്നൊന്നില്ല, മനുഷ്യൻ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മുറ്റത്ത് നിൽക്കുന്ന റബ്ബർ വെട്ടി അതിൻ്റെ ആദായം എടുത്ത് ഇന്ന് 200 രൂപ കിട്ടുമ്പോൾ അത് നഷ്ടമെന്ന് പറയുമ്പോൾ, ഭൂമിക്കടിയിലെ പെട്രോൾ കുഴിച്ച് കേവലം 100 രൂപ കിട്ടുമ്പോൾ ആ പെട്രോളിയം ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളും അത് സംസ്കരിച്ചു കൊണ്ടിരുന്ന കമ്പനികളുമെല്ലാം വലിയ സമ്പന്ന രാജ്യങ്ങളും സമ്പന്നതയുടെ നെറുകയിൽ വിരാജിക്കുകയും ചെയ്യുന്നു. നമുക്കതിൻ്റെ ഇരട്ടി വില 1 കിലോ റബ്ബറിന് കിട്ടിയിട്ടും മാർക്കറ്റിൽ കിട്ടിയിട്ടും നഷ്ടമാകുന്നുവെങ്കിൽ അത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ്. പക്ഷേ വേണ്ടത്ര ഗൗരവം നമ്മളതിന് കൊടുത്തിട്ടുണ്ടോ? ഇത്തരം ചിന്തകളിൽ നിന്നാണ് ഈ ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത്. ഗ്രീൻ ഐഡിയാസ് ഗ്രേറ്റ് ഫ്യൂച്ചർ, മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഹരിതാഭമായ ആശയങ്ങൾ എന്ന ചിന്തയോടുകൂടി തുടങ്ങിയ ആ പ്രവർത്തനങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ നാടെങ്ങും വന്ന് പ്രചരിച്ച് നിൽക്കുമ്പോൾ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന വിജയിച്ച കർഷകരെ കാണാം. അവർ പരാജയപ്പെട്ടിട്ടില്ല. പക്ഷെ പുറത്ത് നമ്മളിലേക്ക് എത്താത്തുള്ള, നമ്മുടെ പ്രവർത്തനം എത്താത്ത കർഷകർ പരാജിതരായ കർഷകരാണ്. ഇന്നും അവർ വിലപിക്കുകയാണ്. ഈ വിലയിൽ പോലും റബ്ബറിന്റെ വരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബർ പ്രതിസന്ധി പരിഹരിച്ച് പൂർണ്ണമായി റബ്ബർ കൃഷി കർഷകരെയും, ഒപ്പം നമ്മൾ ആലോചിക്കണം, റബ്ബർ ഉൽപ്പന്നമാണ്, വ്യാവസായിക വിളയാണ്. ഒരു വിള, ആ വിള ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിനാവശ്യമായ സംസ്കൃത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ എങ്ങനെയാണോ നമ്മുടെ മുന്നിൽ വിദേശ രാജ്യങ്ങളുണ്ട്, സ്വിറ്റ്സർലൻഡും മലേഷ്യയും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും അടക്കം ഞാൻ സൂചിപ്പിച്ചതുപോലെ സമ്പന്നതയിൽ വിരാജിക്കുന്നത്, അതുപോലെ കേരളത്തിന്റെ സ്വർണ്ണ ഖനിയാണ് റബ്ബർ എന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മുടെ ഭരണകൂടമോ നമ്മൾ കർഷകരോ പരാജയപ്പെട്ടിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നും റബ്ബർ കൃഷിയിലൂടെ ഏതൊരു ഉൽപ്പന്നം, അതിന്റെ അടിസ്ഥാന അസംസ്കൃത വസ്തു റബ്ബർ, ആ റബ്ബർ ഉൽപ്പന്നം അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ കൃഷി പ്രോത്സാഹിപ്പിച്ച് ആ കൃഷിയെ നിലനിർത്തി മാത്രമേ നമുക്ക് റബ്ബർ മേഖലയെ പരിരക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ കാർഷിക രംഗത്ത് ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കുന്ന, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് സെക്കൻഡ് റബ്ബർ റവല്യൂഷൻ, 2ാം റബ്ബർ വിപ്ലവം എന്നാണ് പറയുന്നത്. 1ാം റബ്ബർ വിപ്ലവം 75 വർഷക്കാലം മഹാരഥന്മാരായ ഉദ്യോഗസ്ഥരുടെ പ്രയത്നഫലത്താൽ, ഷീല മാഡം അടക്കം നമുക്കറിയാം, 2 തവണ റബ്ബർ ബോർഡിന്റെ ചെയർമാനായിരുന്നു. ഇന്ന് വസന്തകേശ സാറാണ് അതിന്റെ നാഥൻ.
അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒന്നാം റബ്ബർ വിപ്ലവം നടന്നതിന്റെ ഫലമാണ് കേരളമടക്കം ഇന്ത്യക്ക് റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ കിതയ്ക്കുന്നു. ആ കിതയ്ക്കുന്നതിന്റെ പ്രധാന കാരണം കർഷകരുടെ നിസ്സംഗതയാണ്. ആ നിസ്സംഗത മാറണം. ഇവിടെ നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട് ഡോക്ടർ രാജഗോപാൽ സാർ, ഡോക്ടർ രാജീവൻ സാർ. ഇവരുടെയൊക്കെ പ്രയത്നങ്ങൾ മഹത്തായ 75 വർഷക്കാലം റബ്ബറിന്റെ ആധുനിക ശാസ്ത്രീയ കൃഷിരീതികൾ പുസ്തകത്താളുകളിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് പാട്. അപ്പോ ഇന്ത്യൻ റബ്ബർ ബോർഡിന്റെ ശാസ്ത്രീയ പരീക്ഷണ നേട്ടങ്ങൾ കേരളത്തിന്റെയും ഇന്ത്യയുടെയും റബ്ബർ മേഖലയുടെ വികാസത്തിന് ഉപകരിക്കുന്ന നിലയിലേക്ക് അത് പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യമാണ് ജിയാൻജി റബ്ബേഴ്സ് മുന്നോട്ട് വെച്ച് വന്നിട്ടുള്ളത്. അതിനാദ്യം റബ്ബർ കൃഷിയിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന നിസ്സംഗരായി നിൽക്കുന്ന കർഷകരെ ഉത്തേജിപ്പിച്ച് അവർക്ക് റബ്ബർ കൃഷി ലാഭകരമാക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകണം. ആ ചിന്തയിൽ നിന്നുമാണ് ജിയാൻജി റബ്ബേഴ്സിന്റെ 3 തലങ്ങളിലായുള്ള വ്യത്യസ്തമായ 3 പ്ലാനുകളിലുള്ള പ്ലാന്റേഷൻ അഡോപ്ഷൻ എന്ന പദ്ധതി തുടങ്ങപ്പെട്ടത്. ഒരു 10 വർഷം മുമ്പ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കർഷകർ, നമുക്കറിയാം, സമ്പത്തിന്റെ വിളയാണ് റബ്ബർ. അപ്പോൾ 8 വർഷം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയ ഒരു പ്ലാന്റേഷൻ ഇത്തരം ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വരുന്ന എനിക്കോ എന്റെ കൂട്ടർക്കോ ഒരു തോട്ടവും വിട്ടുതരാൻ ആരും തയ്യാറാവില്ല. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. വിശ്വാസ്യത എന്ന ഒരു പ്രധാന ഘടകം. ആ വിശ്വാസ്യത അതോടൊപ്പം തന്നെ ചില പരീക്ഷണങ്ങൾക്ക് ചില മഹത് വ്യക്തിത്വങ്ങൾ തയ്യാറാവും. അത്തരം ചില കർഷകരുടെ ആ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ആ വിശ്വാസത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ 1.5 ദശാബ്ദമായി മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിന്റെ 4 ജില്ലകളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കർഷകരുടെ തോട്ടങ്ങൾ ലാഭകരമായി റബ്ബർ ഉൽപ്പാദനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജിയാൻജി റബ്ബേഴ്സിന്റെ പ്രവർത്തനം എത്തപ്പെടുന്നത്. മഹത്തായ റബ്ബർ ബോർഡിന്റെ ചെയർമാൻ സാഹചര്യവശാൽ IRM ആസാമിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുകയും ഈ സബ്ജക്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ഉണ്ടായിരുന്നു. 2024 മാർച്ച് 12 ക്ഷണിച്ചല്ല, ഈ പ്രവർത്തനം നാടിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ സാറിനെ മേഡത്തിനെയൊക്കെ പോലുള്ള ഒരു ഉന്നതനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ചടയമംഗലത്തേക്ക് വരാൻ തയ്യാറായി. വന്ന് കേരളത്തിലെ മുഴുവൻ ഇതിന്റെ സ്റ്റേറ്റ് വൈഡ് ഇനാഗുറേഷൻ നിർവഹിച്ചു പോയ ദിവസം. അപ്പോ അങ്ങനെയുള്ള നാടിന്റെ ഒരു പൊതു ആവശ്യത്തിന് മേളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ, റബ്ബർ ബോർഡ് അടക്കം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അടക്കം, ഷീലമാടം അടക്കമുള്ള ആൾക്കാർ തരുന്ന പ്രോത്സാഹനം, ഈ പ്രോത്സാഹനം കിട്ടുന്ന ഊർജ്ജത്തിൽ ഉൾക്കൊണ്ട് ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെയാണ് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഈ പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നില്ല. അത് വളരെ സിസ്റ്റമാറ്റിക്. എങ്ങനെയാണ് ഞങ്ങൾ തോട്ടങ്ങൾ ദത്തെടുക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ വരുമാനം കർഷകരിൽ എത്തിക്കുന്നത്, അതിനൊക്കെ എന്തൊക്കെ മോണിറ്ററിംഗ് സംവിധാനങ്ങളാണുള്ളത്, അവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങൾ യഥാസമയം മഹത്തായ റബ്ബർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനായ ചെയർമാന്റെ 2024 വരവിന് ശേഷം ആദരണീയനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വസന്തകേശ സാറാണ് അപ്പോഴും ED ആയിട്ടുള്ളത്. അദ്ദേഹം റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട, റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട കോട്ടയത്തെ റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്ന ഏത് തരം മീറ്റിംഗിലായാലും, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ചായാലും, കർഷകരുടെ വിവിധങ്ങളായിട്ടുള്ള കർഷക പാക്കേജുകളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അത്തരം വേദികളിലേക്ക് ജിയാൻജി റബ്ബേഴ്സിനെ പ്രതിനിധീകരിക്കുകയും എന്നെ ക്ഷണിക്കുകയും ഞാൻ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് റബ്ബർ മേഖല. റബ്ബർ ടയർ വ്യവസായം അടക്കമുള്ള, ടയർ കമ്പനികൾ അടക്കമുള്ള റബ്ബർ മേഖല എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നൊരു സ്ഥാപനമാണ് ജിയാൻജി റബ്ബേഴ്സ്. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് റബ്ബർ കൃഷിയുടെ ഭാവിയാണ്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ സൂചിപ്പിച്ചു വന്നത്, റബ്ബർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ സഹായങ്ങൾ, റബ്ബർ ഉൽപാദക സംഘങ്ങൾ, റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള അതിന്റെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ പ്രവർത്തനത്തിന് വേണ്ടുന്ന ഊർജ്ജം എപ്പോഴും പകർന്നു തരാറുണ്ട്. എന്നാൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു സംഗതി, നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ തോട്ടങ്ങൾ ടാപ്പ് ചെയ്യുന്ന ടാപ്പർമാർ, റബ്ബർ ഉൽപാദകർ, അവർ പരമ്പരാഗതമായ തൊഴിൽ ശീലിച്ച് നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളവരാണ്. അവരെ ഒരു വ്യവസ്ഥാപിതമായ ഒരു സ്കിൽഡ് ടാപ്പറാക്കി മാറ്റാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട റബ്ബർ ബോർഡിന്റെ മുന്നിൽ സമീപിക്കുകയും അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ED അടക്കമുള്ളവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത സമയത്താണ് നമ്മൾ ഏവരും ഇന്ന് നമ്മളോടൊപ്പമുള്ള ഷീല മേഡം, എങ്ങനെയോ എന്തോ ഷീല മേഡം ഈ സംരംഭത്തെക്കുറിച്ച് അറിയുകയും ഷീല മേഡം ഒരു പ്രതിനിധിയായ ഡോക്ടർ രാജീവൻ സാറിനെ ഇവിടേക്ക് അയക്കുകയും ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് രാജീവൻ സാറ് ജിയാൻജി റബ്ബേഴ്സിന്റെ ഓഫീസിൽ വരികയും പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ കർഷകർ
നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തത്. അതായത് ടാപ്പേഴ്സിന്റെ നൈപുണ്യ വികസന പരിശീലന പരിപാടി. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫെബ്രുവരി 19-ാം തീയതി ആരംഭിച്ച് മാർച്ച് 8-ാം തീയതി വരെ അവസാനിച്ച ജിയാൻജി റബ്ബേഴ്സും കേരള റബ്ബർ ലിമിറ്റഡും ചേർന്ന് സംഘടിപ്പിച്ച 4 ജില്ലകളിലായിട്ട് 4 മേഖലകളിലായി സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിശീലന പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുത്ത ആ സ്കിൽഡ് ആയിട്ടുള്ള മുഴുവൻ ടാപ്പേഴ്സിനും മാഡം ഇവിടെ വെച്ച് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതിലുപരി നമ്മുടെ ഓരോ തോട്ടങ്ങളും അതിന്റെ ഉൽപാദനക്ഷമത, ആ മരങ്ങളുടെ സാഹചര്യങ്ങൾ, ഇവിടെ ഇപ്പോൾ കർഷകർ പലപ്പോഴും ആ ടീം പരിശീലന സംഘം എത്തുമ്പോഴേക്കും അവിടുത്തെ കർഷകരെയും കൂടെ വിളിച്ചിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ആ തോട്ടത്തിന്റെ പ്ലാന്റിംഗ് മുതൽ ആ മരത്തിന് സംഭവിച്ചിട്ടുള്ള പിഴവുകൾ വരെ അവരെ ബോധ്യപ്പെടുത്തുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കുവാനും വളരെ വ്യവസ്ഥാപിതമായി, സിസ്റ്റമാറ്റിക്കായി, ഉത്തരവാദിത്വപൂർണമായി തോട്ടം സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും മഹത്തായ KRLന്റെ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, നമുക്കറിയാം, ഒരു മേഖല, റബ്ബർ മേഖല എന്ന് പറയുന്നത് റബ്ബർ കൃഷി വ്യവസായവും അടക്കമുള്ളതാണ്. അപ്പോൾ റബ്ബർ കൃഷിയുടെ നാഥനാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അതുപോലെയാണ് റബ്ബർ വ്യവസായത്തിന്റെ നാഥയായ മാഡത്തിനെ നമുക്കറിയാം. ഈയിടെയായി എനിക്ക് ക്ഷണം കിട്ടിയിരുന്നു, ഞങ്ങളും പങ്കെടുത്തു. കേരള റബ്ബർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം, കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനം, കഴിഞ്ഞ 10 വർഷമായി മാഡത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലം അത് ഫലപ്രാപ്തിയിലെത്തി. അതിന്റെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ ദിവസം നിർവഹിക്കപ്പെടുകയും നമ്മളെല്ലാവരും പത്രത്തിലും TV-യിലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ നാട് വികസിക്കാൻ വേണ്ടി കൃഷിയും വ്യവസായവും കൂടി ഒത്തുചേർന്ന് പോകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും അങ്ങനെയുള്ള അതിന്റെ തലപ്പത്തുള്ള 2 പേരും ഇന്ന് ഈ റബ്ബർ പ്ലാന്റേഷൻ അഡോപ്ഷൻ ഡേ ആചരിക്കുന്ന ദിവസം നമ്മളോടൊപ്പം ഇന്ന് വേദി പങ്കിടുന്നതും തീർച്ചയായും ശുഭകരമായ ഒരു ഭാവി നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു മാറ്റം, ഈ മനോഭാവം സമൂഹത്തിന്റെ മനസ്സാക്ഷി ഉണർത്തി ആദായകരമായി റബ്ബർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിജ്ഞ ചൊല്ലി ഇന്നത്തെ പ്ലാന്റേഷൻ അഡോപ്ഷൻ ദിന പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ എളിയ വാക്കുകൾ എങ്കിൽ പോലും സമയം അപകരിച്ചെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒരുപക്ഷെ ചെയർമാൻ വന്നതുപോലെ തന്നെ നിരന്തരം നമ്മുടെ നാട്ടിലെ ഈ സംരംഭം, അദ്ദേഹം കോട്ടയം ഓഫീസിലാണ്, സെൻട്രൽ ഓഫീസ്, ഡൽഹിയുമായി ബന്ധപ്പെടുന്ന ആളായതുകൊണ്ട് തിരുവനന്തപുരം യാത്രയില്ല. അതുകൊണ്ട് തന്നെ ചടയമംഗലത്തെ GNG ഓഫീസിൽ വരണം എന്ന ആഗ്രഹം ഉള്ളിൽ പേറി നടക്കുമ്പോൾ വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സാഹചര്യം പറഞ്ഞുകൊണ്ട് മനസ്സാ ഇങ്ങോട്ട് വിളിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ് പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. മഹത്തായ ഇന്ത്യൻ റബ്ബർ ബോർഡിന്റെ പരമാധികാരിയായ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഏറെ ബഹുമാന്യനായ വസന്തകേശൻ സാറിനെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിങ്ങൾ ഏവരുടെയും പേരിലും GNG റബ്ബേഴ്സിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞാൻ സൂചിപ്പിച്ചു KRLന്റെ സ്ഥാനവും നമുക്ക് നൽകിയിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, ഒരുപക്ഷെ ജില്ലാ കളക്ടറിൽ തുടങ്ങി കേരളത്തിലേറെ ശ്രദ്ധേയായ IAS ഓഫീസറായിരുന്നു ഷീല തോമസ് മാഡം. ഒരുപക്ഷെ 2 തവണ റബ്ബർ ബോർഡ് ചെയർമാനായിരുന്നു. റബ്ബർ മേഖലയുടെ ഇന്റർനാഷണൽ തലത്തിലുള്ള ചുമതലകൾ വരെ വഹിച്ച് രാജ്യത്തെ റബ്ബർ മേഖലയിലെ ശ്രദ്ധേയായ IAS ഓഫീസറായ ആ മാഡത്തിന്റെ കഴിവ് പ്രാപ്തിയും സർക്കാരുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം, നമ്മുടെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു, നിങ്ങൾക്ക് ഏവർക്കും ആയിരിക്കാം, പെൻഷൻ ആയതിനു ശേഷവും മാഡത്തിന് വിശ്രമമില്ല. കഴിഞ്ഞ 10 വർഷമായി മാഡത്തിന്റെ ഭഗീരഥ പ്രയത്നം കൊണ്ടാണ് KRL എന്ന സ്ഥാപനം ഇന്ന് യാഥാർത്ഥ്യമായത്. ആ മാഡമാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടകയായി എത്തിയിരിക്കുന്നത്. ഏറെ ബഹുമാനിയെയും ആദരണീയയും കേരളത്തിന്റെ വികസനത്തിനായി, ജനക്ഷേമത്തിനായി എന്ന് നിലകൊണ്ടിട്ടുള്ള നമ്മുടെ ആരാധ്യയായ ഷീല മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹരിഹരൻ സാറ് എന്നോട് സൂചിപ്പിച്ചത്, ഒരു 10 വർഷം മുമ്പ് ഈ സ്ഥാപനവുമായി നിങ്ങളുമായി ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാണ്. പക്ഷെ അപ്പോഴെനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ സാറിൽ നിന്ന് അറിഞ്ഞ അനുഭവങ്ങൾ, സാറിന് നമ്മളോടുള്ള ആ ഒരു പ്രതിബദ്ധതയൊക്കെ പിന്നീട് മനസ്സിലായപ്പോൾ അടുത്തിടെ നടന്ന ട്രെയിനിങ്ങിലും സാറിന്റെ ആ ഒരു സാന്ദർഭികമായ ഇടപെടലിലൂടെ സാർ ആരാണെന്ന് മനസ്സിലാവുകയാണ്. 1968 മറ്റോ റബ്ബർ ഇൻസ്ട്രക്ടറായി റബ്ബർ ബോർഡിൽ ഉദ്യോഗത്തിൽ കയറിയ സാറ് ഏതാണ്ട് 70 കാലഘട്ടത്തിൽ ചടയമംഗലത്ത് ആ ഒരു പോസ്റ്റിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് 83 വയസ്സുള്ള അദ്ദേഹം റബ്ബർ മേഖലയിലെ ഒരു അറിവിന്റെ ഭണ്ഡാരമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന റബ്ബർ കർഷകർക്ക് നമുക്ക് ഏവർക്കും റബ്ബറിനെ കുറിച്ചുള്ള അറിവ് പകർന്നു തരാനായിട്ട് ഇന്ന് മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും GNG റബ്ബേഴ്സിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ഡോക്ടർ രാജീവൻ സാർ. ഞങ്ങളുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു KRLന്റെ ഇടപെടൽ ഒരു അവധൂതനെ പോലെ, ചെയർമാനെ പോലെ തന്നെ മാഡത്തിന്റെ ഇടപെടലിലൂടെ അവധൂതനെ പോലെ തന്നെ വന്ന് ഇതൊരു നാടിന്റെ ആവശ്യമാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് നടക്കേണ്ടുന്ന ഒന്നാണ്. ആ നിലയിലേക്ക് ഞങ്ങളോടൊപ്പം വന്ന് ഈ ട്രെയിനിങ്ങിന് ഉടനീളം അതിനു പുറമെ ഈ പരിപാടിയുടെ വരെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ വിദഗ്ധമായ ഉപദേശങ്ങൾ തന്ന് നമുക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ തന്ന് അദ്ദേഹം ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. KRLന്റെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ രാജീവൻ സാറിനെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റബ്ബർ ബോർഡിന്റെ കൊട്ടാരക്കര RPC ആയിട്ടുള്ള റീജിയണൽ ഓഫീസായ കൊട്ടാരക്കര ഡെപ്യൂട്ടി RPC ആയിട്ടുള്ള ഷൈനി കെ പൊന്നൻ മാഡമാണ്. മാഡം നമുക്ക് ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർന്നുണ്ട്. മാഡത്തിനെ ഏറെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ രാജഗോപാൽ സാറാണ്. നമുക്കറിയാം ഈ പ്രവർത്തനം 10 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെങ്കിൽ തന്നെ കഴിഞ്ഞ 7-8 വർഷമായി ശാസ്ത്രീയമായ റബ്ബർ ഉത്പാദന മാർഗങ്ങൾ, പ്രത്യേകിച്ചും ആഴ്ചയിൽ ഒരു ടാപ്പിംഗ് റബ്ബർ ബോർഡിന്റെ സീനിയർ സയന്റിസ്റ്റ് ആയിട്ട് റിട്ടയർ ചെയ്തതിനു ശേഷവും ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പമുള്ള ബന്ധം തുടർന്നും അദ്ദേഹം റബ്ബർ മേഖലയോടും കർഷകരോടും ഈ പ്രസ്ഥാനത്തോടുമുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടുന്ന സഹായങ്ങൾ ഇന്നും തരികയും അദ്ദേഹം നമ്മളോടൊന്നിപ്പം ആശംസ അർപ്പിക്കാൻ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ രാജഗോപാൽ സാറിനെ ഈ പ്ലാന്റേഷൻ അഡോപ്ഷൻ ദിനത്തിൽ നിങ്ങൾ ഏവർക്കും വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ സദസ്സിലുള്ള ബഹുമാനിയരായിട്ടുള്ള റബ്ബർ ബോർഡിന്റെ റിട്ടയർഡ് RPC സാറ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ആഫ്രിക്കയിലോ മറ്റോ ആയിരുന്നു ഡെപ്യൂട്ടി RPC ആയിട്ടുള്ള നമ്മുടെ ജോൺ കെ സക്കറിയ സാർ. GNG റബ്ബേഴ്സിന്റെ പ്രവർത്തനവുമായി ഏറെ ഇഴി ചേർന്നിട്ടുള്ള ആളുകളാണ്. അതുപോലുള്ള റബ്ബർ ബോർഡിന്റെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ, ഫീൽഡ് ഓഫീസർ, ഡെവലപ്മെന്റ് ഓഫീസർ രതീഷ് സാർ, അതുപോലെ ഈ ക്ഷണം സ്വീകരിച്ച് ചേർന്നിട്ടുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള മാന്യ വ്യക്തികൾ, എന്റെ ഗുരുനാഥന്മാർ, പ്രിയപ്പെട്ട കർഷകർ, ഇവിടുത്തെ തൊഴിലാളികൾ, അതുപോലെ തന്നെ ഈ അവാർഡ് സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രസന്ന സാർ അടക്കമുള്ള കർഷകർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ മുഖ്യ അതിഥിയും റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ശ്രീ വസന്തകിഷൻ IRS സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. With great honor and deep respect, with respectfully invite our esteemed chief guest, the Honorable Sri Vasanthakrishnan IRS, Executive Director of Rubber Board, to grace this gathering. Respected Srimati Sheila Thomas IAS Madam, officers of the Rubber Board, the retired officers of the Rubber Board, the Sri T. Hariharan, Joint RPC, who is going to address the keynote address, the rubber growers, peppers, ladies and gentlemen, good morning to all of you. I don't want to repeat the highlighted by Mr. Gopakumar, GNG Rubbers in his welcome address. All are really important, and Rubber Board is not seeing this particular function is not the private function. That's why I personally have agreed to come and attend this particular meeting, because this type of leadership should come everywhere across rubber growing states, especially in Kerala. This has become a kind of movement so that no untapped area should be left in the country. So that serves two purposes. One is availability of natural rubber in India. Second is, of course, the revenue and benefit to the growers. The availability of natural rubber also is equally important, especially during the instability type because of war and other reasons. If the consuming industry is not able to get the natural rubber, it will be a really great issue, great concern for the national security as well as economy as well. So in that sense,
it may appear that this particular initiative is very small, but it is not so small. It is too critical and very important. So I appreciate and I wish this particular initiative go a long way, and many may take the motivation from this initiative and adopt this particular model in many places. Of course, Rubber Board will extend all possible support in that endeavor. And I like to highlight some of the Rubber Board activities which is relevant for the rubber growers, the plantation sector as such. I strongly believe that how the price, the remunerative price is very important. The same way, reducing the cost of production is equally important. The effect is one and the same. So, we have to concentrate on reducing the cost of production. Major cost of production for rubber is actually, of course, the taper that we cannot actually change. Of course, there are some way outs. For example, low frequency tapping and all these things are there. But ultimately, the taper's remuneration or taper's wages cannot be lowered down, because that is very crucial part and they are also very important. Other than tapers, the plantation management, fertilizer, rain guarding, spraying, general plantation management, and additional revenue within the same plantations. So these are all the areas we have to concentrate more so that the cost of production can be reduced. In that sense, Rubber Board this year, very shortly, maybe within a month itself, we may be recommending the drone-based spraying. Okay, the drone-based spraying, the advantage is actually many. One is it reduces the cost. How it reduces the cost? Because the labor, you know how hard it is. They have to keep the sprayer on the shoulder and they have to go. So it reduces the labor cost to a great extent, and time. It just a few hours, it can cover hectares together. And then the reduction of chemicals used. As of now, 50% of the required chemicals is being reduced with the same impact. So these are all very, very important. In the green ecosystem also, it can be addressed based on 50% reduction of COC based oil which is used in the drone. Of course, we are actually planning to continuously work on it even to reduce the 50% further. That is one side. And with the support of oil industry, especially the IOC, they have come forward. The nano-based oil, see, these are all technical things you no need to understand. Just I am highlighting that Rubber Research Institute of India attempting it for the ultimate objective of reducing the cost of production and reducing the chemicals used in the rubber plantation. That is it. That much you can understand that. And the nano-based oil in the laboratory condition, it is very successful as of now. So that is also, it is a very promising area to reduce further cost in that spraying thing. We may not be able to appreciate how much the preventing measures for this diseases is important. Because if you are not actually getting affected, you may not be able to feel. But once it is affected, around 30% of the production will go down. 30% is huge. It is more than your profit. Okay, so it is very, very important. And second thing, rain guarding. Rain guarding, we are trying to make alternate material for the LDPE plastic, which is used for the rain guarding. And the adhesives, we are trying to
make latex-based adhesive. That is also in the small scale. It is very promising, but we are in the process of making in a little higher scale, so that in the next monsoon season we'll be able to recommend. That is what we are expecting. But this monsoon season we like to scale up that particular evaluation trial, and we are planning for that. And same way, already many recommendations are there from the rubber board side. The intercrops during the immature period as well as during the mature period. But the challenge is that marketing of that particular product, especially the medicinal plants, if it grows during the mature period. Of course, I personally feel that we have to work on more from the rubber board side by exploring the more possibility or the potential market, so that that can be promoted among the matured area. And then I could see from the notice that some of the future projects as per GNG is concerned, the product manufacturing and institutions and industries. So it is not a big thing for GNG, how they are committed and how they are motivating the growers. Certainly you will be able to reach. So we will, rubber board will try to support in all the manner. For example, in this month end, I have been invited to one RPSS, Rubber Producer Society in the state of Tripura. There, with our support, one RPS have established the rubber band unit, the value addition product, the rubber band unit. I am going to inaugurate. So deep, very interior area from Agartala itself, maybe around 60-70 kilometers. So why I am saying this particular example, and Rampachodavaram in Andhra Pradesh. Rampachodavaram is a tribal district, very, very small district. Okay, so they are actually coming up with the product manufacturing units. So this product manufacturing unit is very, very important, so that whatever we are producing the latex in the form of latex or in the form of sheet, we don't need to fully depend on the consuming industry. If any issue, any instability comes, we should be able to manage our own produce. So these are all the things. Many other things are there, but I highlight once again, the rubber board will always support, and I equally give importance to the high level researchers like gene editing, genome sequencing, genetically modified tree. All these things are very, very important, but these are all long term. Very important. We may not be able to understand what is the importance of it. Very, very crucial, very important. But at the same time, what is the issue which can be addressed immediately, or which is coming on the day-to-day life of rubber growers and rubber tapers? That is also very important. For both the things we are giving equal importance. So that is why the conversation, the discussion, the dialogue between the rubber board, Government of India and KRL organizations initiated by the Government of Kerala, these are all the conversation very, very crucial. So if time permits, I like to keep any time, I like to keep at least some 5 to 10 minutes or 15 minutes for interactive sessions between the officers sitting on the dais and the participants here, so that you can ask the questions, so that we can actually have a kind of conversation, dialogue each other. So with that, with these small remarks, I once again congratulates GNG Rubber's initiative and this rubber plantation adoption day grand success. Thank you. താങ്ക് യു സാർ. അടുത്തതായി പ്ലാന്റേഷൻ അഡോപ്ഷൻ ഡേ ഉദ്ഘാടനമാണ്. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി
മുഖ്യ അതിഥിയും സർവാദരണീയമായ ബഹുമാനപ്പെട്ട ശ്രീമതി ഷീല തോമസ് റിട്ടയർ IAS മാഡത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ. GNG റബ്ബേഴ്സ് ചടയമംഗലത്തിൻ്റെ നേതൃത്വത്തിലുള്ള സെലിബ്രേഷൻ ആൻഡ് ആനുവൽ മീറ്റ് പ്ലാന്റേഷൻ ഡേയുമായി ബന്ധപ്പെട്ട് ശ്രീമതി ഷീല തോമസ് IAS ഭദ്രദീപം കൊളുത്തി ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് റബ്ബർ ബോർഡ് വസന്തകേശൻ IRS സാരം ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തുന്നു. ചടങ്ങിലേക്ക് ഇല്ല, അതല്ല ഇങ്ങനെ ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിനായി മേഡത്തെ ക്ഷണിച്ചോളൂ. ബഹുമാനായ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ വസന്തകേശൻ, ബഹുമാനപ്പെട്ട ഗോപകുമാർ, ബഹുമാനായ ശ്രീ ഹരിഹരൻ, ശ്രീ രാജീവൻ, രാജഗോപാൽ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി RPC ഷൈനി, ഇവിടെ സന്നിധരായിട്ടുള്ള റബ്ബർ ബോർഡിൻ്റെ മുൻ ഉദ്യോഗസ്ഥർ പലരുണ്ട്. പ്രിയപ്പെട്ട കൃഷിക്കാരെ, GNG റബ്ബേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ടവരെ, പരിപാടിയിൽ വന്ന് സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലുള്ളവരൊക്കെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും റബ്ബർ മേഖലയെ സജീവമായി നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ. കേരള റബ്ബർ ലിമിറ്റഡ് 2019 കേരള ഗവൺമെൻറ് റബ്ബറിൻ്റെ വിലയിടിവ് മൂലമുണ്ടായ വലിയ പ്രതിസന്ധിയിലൂടെ കൃഷിക്കാർ കടന്നുപോയപ്പോൾ അതിനൊരു ചെറിയ പരിഹാരം എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയ കമ്പനിയാണ്. 2019 രൂപീകൃതമായെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി താമസിച്ചു. 2021 ചെറിയ തോതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 2022 ഇവിടെ പുറവത്തിനടുത്തുള്ള അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിനടുത്തുള്ള വെള്ളൂർ എന്ന സ്ഥലത്ത് ന്യൂസ് പ്രിന്റ് ഫാക്ടറി വളപ്പിലൊരു കുറച്ച് സ്ഥലം തരികയും പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തു. അത് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ വ്യവസായങ്ങൾ കൂടുതൽ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ റബ്ബറിൻ്റെ ആവശ്യം കൂടും. അതിലൂടെ കൃഷിക്കാരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യമാണ് സർക്കാരിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. നേരിട്ടുള്ള കർഷകർക്കുള്ള സഹായമൊക്കെ റബ്ബർ ബോർഡ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെയാണ് റബ്ബർ വ്യവസായത്തിൽ കേരളം വളരെ പിന്നിലാണ് എന്നുള്ളൊരു കാര്യം പല പല ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് കേരള റബ്ബർ ലിമിറ്റഡ് സ്ഥാപിതമായത്. പക്ഷേ ഒരു വ്യവസായം, നിങ്ങൾക്കറിയാം, വ്യവസായം തുടങ്ങി അതിനെ റബ്ബർ ഉപയോഗിച്ച് അതിൻ്റെ കൂടുതൽ റബ്ബറിൻ്റെ ഉപഭോഗം കൂടുന്നതിലൂടെ കൃഷിക്കാർക്ക് അതിൻ്റെ പ്രയോജനമൊക്കെ കിട്ടി വരുവാൻ കുറേ വർഷങ്ങളെടുക്കും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൃഷിക്കാർക്ക് ഈ ഒരു സ്ഥാപനത്തോടും റബ്ബർ മേഖലയോടുമുള്ള പ്രതിബദ്ധത എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ എങ്ങനെ അതിന് ചെറിയ തോതിലെങ്കിലും ഒരു നമ്മൾക്കതിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള ചിന്ത വന്നപ്പോഴാണ് ശ്രീ രാജീവനെ എനിക്ക് റബ്ബർ ബോർഡിൽ ഞാൻ കുറച്ചേരം ജോലി ചെയ്തുകൊണ്ട് അറിയാമായിരുന്നു.
അന്ന് നമ്മുടെ കൺസൾട്ടൻ്റ് ആയിരുന്ന ടോം ജോസ് പറഞ്ഞ രാജീവിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം, രാജീവിന് ഒരു പക്ഷേ സഹകരിച്ചേക്കും റബ്ബർ കൃഷിക്കാരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജീവിനോട് സംസാരിക്കുകയും രാജീവിന് സജീവമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ആശയം മുമ്പോട്ട് വെച്ചു. ആദ്യമേ റബ്ബർ ബോർഡിൻ്റെ സഹകരണം ഇക്കാര്യത്തിൽ ഉറപ്പാക്കണം, അവർ സഹകരണം നൽകാമെന്നുള്ളത് സമ്മതിച്ചു. റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി, റബ്ബർ ഉൽപ്പാദക സംഘങ്ങളിലൂടെ ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കേരള റബ്ബർ ലിമിറ്റഡ് തയ്യാറായത്. പക്ഷേ നിർഭാഗ്യവശാൽ പല കാരണങ്ങളുകൊണ്ടായിരിക്കാം അതിനും തയ്യാറായി മുന്നോട്ട് വന്ന റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വളരെ വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ ഒരെണ്ണമായ തൊടുപുഴയ്ക്കടുത്ത് കണക്കം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു റബ്ബർ ഉൽപ്പാദക സംഘവുമായി ചേർന്ന് ടാപ്പർമാർക്ക് പരിശീലനം നൽകുകയും ശരിയായ രീതിയിൽ ടാപ്പിംഗ് നടത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ കൃഷിക്കാർക്ക് കുറച്ചുകൂടെ വരുമാനം, നല്ല രീതിയിൽ റബ്ബർ തോട്ടം പരിപാലിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ആ ഒരു സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നൽകാൻ ശ്രമിച്ചു. ആ പരിപാടി ഇപ്പോഴും ചെറിയ തോതിൽ നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ രാജീവനാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു രാജീവൻ പല സ്ഥലങ്ങളിലും റബ്ബർ ഉൽപ്പാദക സംഘങ്ങളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ മേഖലയിലെ ഒരു ഈവന്റ് മാനേജ്മെന്റ് പോലെ ഈ സംഗതി, അതായത് എല്ലാം ഏറ്റെടുത്ത് ആ റബ്ബർ മേഖലയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായിട്ടുള്ള സംഘങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് GNG റബ്ബേഴ്സിനെ കുറിച്ച് അദ്ദേഹത്തോട് ആരോ പറയുന്നത്. ഇവിടെ വന്ന് അവരെ കണ്ട് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് GNG റബ്ബേഴ്സ്. അവര് ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലം റബ്ബർ ബോർഡിൽ പറയുന്നു പ്രൊഡക്ടിവിറ്റി തീരെ കുറവുള്ള, റബ്ബർ ഉൽപാദനം ഉള്ള ഏരിയക്കനുസരിച്ച് റബ്ബർ ഉൽപാദനം നടക്കാത്തൊരു സ്ഥലത്തിന്റെ കൂട്ടത്തിലാണ്. അത് ഞാൻ തെറ്റില്ലെന്ന് തോന്നി ഞാൻ പറയുന്നതല്ലേ. ചടയമംഗലം മാത്രമല്ല, കൊല്ലം, തിരുവനന്തപുരം റബ്ബർ ബോർഡിൽ പറയുമ്പോൾ ഉൽപാദന ശേഷി അല്ലെങ്കിൽ ഉൽപാദന മികവുള്ള സ്ഥലങ്ങളായിട്ട് സാധാരണ കണക്കൂട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മേഖലയിൽ വളരെ ആവശ്യമുള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം കാഴ്ചവെക്കാൻ GNG റബ്ബേഴ്സിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള GNG റബ്ബേഴ്സുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹകരിക്കാൻ സാധിക്കുമോ എന്ന് ശ്രീ രാജീവൻ എന്നോട് വന്ന് സംസാരിച്ചു. അപ്പം അങ്ങനെ സംസാരിച്ചതിൻ്റെയും ശ്രീ ഗോപകുമാറുമായിട്ട് പിന്നീട് ചർച്ചകൾ നടത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ആദ്യ ഘട്ടമെന്നുള്ള നിലയിൽ അവർ പരിശീലിപ്പിക്കുന്ന ടാപ്പർമാർക്ക് നല്ല വൈദഗ്ധ്യമുള്ള ഒരു ട്രെയിനറുടെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ ഒരു ക്ലാസ്, ഒരു ശില്പശാല പോലെ നടത്തി അവർക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാം, അതിലൂടെ ഒരു ആരംഭമാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ റബ്ബർ ബോർഡുമായിട്ടും ബന്ധപ്പെട്ടു. റബ്ബർ ബോർഡും അതിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിനോട് പ്രതികരിച്ചു. അപ്പം അങ്ങനെയാണ് GNG റബ്ബേഴ്സുമായിട്ട് ബന്ധപ്പെടാനും ഈ ഒരു കാര്യം ഇവിടെ ഓർഗനൈസ് ചെയ്യാനും സാധിച്ചത്. 4 സ്ഥലങ്ങളിൽ പോയിട്ട് ശ്രീ ടോമി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ടോമി എന്ന് പറയുന്ന ട്രെയിനറാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ, ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പം ഇതൊരു ഒരു പ്രാവശ്യം ചെയ്താൽ തീരുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം ഏത് കാര്യമായാലും ഇപ്പം ഞങ്ങൾക്കൊക്കെ തന്നെ ഒരു ട്രെയിനിങ് തന്ന് ഞങ്ങൾ ജോലിക്ക് വേണ്ടി വിടും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ അതിന് നമുക്ക് കിട്ടിയ നൈപുണ്യങ്ങൾ ശിഥിലീകരമായി പോകും. അതുകൊണ്ട് തന്നെ പിന്നെയും ആളുകൾക്ക് ഇതിനകത്ത് പരിശീലനം നൽകേണ്ടതും പുതിയ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ട്. ഒരു ട്രെയിനിങ് കൊണ്ട് എല്ലാം ആയി എന്ന് ഒരിക്കലും കരുതാൻ സാധിക്കില്ല. ഇങ്ങനെ ഉള്ളൊരു നേതൃത്വം നൽകണമെങ്കിൽ ശ്രീ ഗോപകുമാർ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സൗമ്യ പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഞാനും ഏകദേശം ആ കളറാണ്, ഈ കളർ അണിഞ്ഞ് നിൽക്കുന്ന ഇവരെല്ലാവരും, അതിലുപരിയായി റബ്ബർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, ഞാൻ എന്നും ബോർഡിന് ഞാൻ പോയിട്ട് വർഷം 12ആയി, എന്നാൽ പോലും ഞാൻ എന്നും വളരെ ബഹുമാനത്തോട് കാണുന്ന ഒരു ഓർഗനൈസേഷനാണ് റബ്ബർ ബോർഡ്. അവിടെ ഫീൽഡ് ഓഫീസർ, അവിടുത്തെ എക്സ്റ്റൻഷൻ മെഷീനറി, അവിടുത്തെ റിസർച്ച് മെഷീനറി, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 2014 ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടയിൽ മാറ്റങ്ങൾ സംഭവിച്ചത് നല്ലതിന് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അവർ കർഷകരോടൊത്ത് നിന്ന് അവിടുത്തെ റിസർച്ച് ഒരു കാലത്ത് കർഷകർക്ക് എന്താണോ വേണ്ടത് അതായിരുന്നു അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതിനൊക്കെ കാലക്രമേണ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വെച്ചാൽ പുതിയ മേഖലകളിലേക്ക് കടന്നുള്ള റിസർച്ച് നടത്തേണ്ടി വരുമ്പോൾ ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ അവർക്ക് സാധിച്ചു ഇല്ലെന്നും വരാം. എന്നാലും ഇത്രയധികം അർപ്പണ ബോധത്തോടുകൂടി കൃഷിക്കാരോടൊത്ത് ജോലി ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റ് റബ്ബർ ബോർഡിന്റെ വലിയൊരു മുതൽക്കൂട്ടാണ്. അതിന്റെ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ, ഉദ്യോഗസ്ഥർ പ്രതികരിച്ച് വന്നിട്ടുള്ളവർ.
അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ നേതൃത്വവും അവരോടൊപ്പം അതിന് വേണ്ട പ്രോത്സാഹനം നൽകുന്നവരാണ്. അപ്പം ബഹുമാനപ്പെട്ട ED-യുടെ പുതിയ സ്കീമുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അത് നിങ്ങൾക്ക് പ്രയോജനമാണോ അതല്ലെങ്കിൽ വേറൊരു രീതിയിലാണോ എന്ന് നിങ്ങൾക്ക് ആവശ്യമെന്ന് തിരിച്ചു പറയാനും അത് പറയുന്നതിനനുസരിച്ച് പോളിസിയിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ റബ്ബർ ബോർഡ് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയും അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു വ്യവസായ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ KRL-ന് ഇവിടെ ഇത് കൃഷിക്കാരുടെ ഇടയിൽ എന്താണ് പ്രസക്തി എന്ന് ഗവൺമെന്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? അത് ചെയ്യാൻ വേറെ ആളുകളില്ലേ? എന്തായാലും റബ്ബർ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ റബ്ബർ വ്യവസായവും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉൽപാദനം ആദ്യം ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ വ്യവസായം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ശ്രീ ഗോപകുമാരോട് പറയുന്നുണ്ടായി 100 രൂപയ്ക്ക് കുഴിച്ചെടുക്കുന്ന എണ്ണ അതിലൂടെ ആളുകൾ സമ്പന്നരാകുന്നു, 200 രൂപയ്ക്ക് വെട്ടിയെടുക്കുന്ന റബ്ബറിലൂടെ അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും 100 രൂപ എന്ന് പറയുന്നത് അത് മാർക്കറ്റ് വരുമ്പോഴാണ്. അതിനെ കുഴിച്ചെടുക്കുന്നതിന് ചിലവാകുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. എടുക്കുമ്പോൾ അതിന് 100 രൂപയൊന്നും വിലയില്ല. അത് പിന്നെ റിഫൈൻ ചെയ്ത് വലിയ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണല്ലോ നമ്മളിലേക്ക് വരുന്നത്. അപ്പം റബ്ബറും അതുപോലെ തന്നെ വെട്ടി പിന്നെ അതിനെ പല പല രൂപത്തിലാക്കിയിട്ടാണ് 200 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്. അതിന് വലിയൊരു വാല്യൂ അഡീഷനാണ് പിന്നീട് നടക്കുന്നത് ഉപയോഗിക്കണമെങ്കിൽ. എന്തായാലും രണ്ടും ആളുകൾക്ക് വളരെ ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളാണ്. റബ്ബർ ശരിയായ രീതിയിൽ നോക്കി പരിപാലിച്ച് ഇന്ന് ഒരു മരത്തിന് 50 ഗ്രാം, അത് രാവിലെ രാജഗോപാൽ പറഞ്ഞാണ്, ഞാൻ റബ്ബറിനെ കണക്കൊക്കെ പറഞ്ഞു, 50 ഗ്രാം ലഭിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ 50 ഗ്രാം ലഭിക്കണമെങ്കിൽ അല്ല 50 എന്നുള്ള 55 60 ആകണമെങ്കിൽ ആ മരം നിങ്ങളുടെ ഒരു ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. അപ്പം അതിനാവശ്യമായ ശ്രദ്ധ നൽകുകയാണെങ്കിൽ ശരിയായ ടാപ്പിംഗ് പറയുമ്പോൾ എല്ലാവരും പറയും ടാപ്പേഴ്സിനെ കിട്ടാനില്ല എന്നുള്ളൊരു കാര്യം പറയും. അപ്പം നമ്മളുടെ ഒരു 70-കൾക്ക് ശേഷം അല്ല അതിനു മുമ്പും പൊതുവേ ഈ വേർക്കുന്ന ജോലി ചെയ്യാൻ മലയാളികൾക്ക് പണ്ടേ ഒരു മടിയുള്ള ആളുകളാണ്. അപ്പം അത് കുറച്ച് ആളുകൾ അതിനു വേണ്ടി മാറ്റി നിർത്തി അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ടാപ്പിങ്ങിന് കുറെ കൂടെ അതിൻ്റെ ശതമാനം വളരെ കുറവായിരുന്നു ജോലി ചെയ്യാൻ വിമുഖതയുള്ളവരുടെ. പക്ഷെ ആ ശതമാനം നമുക്കൊക്കെ അറിയാം ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ടെന്നുള്ളത്. ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഇത്തിരി കാറ്റും ഒക്കെ കൊണ്ട് ഇരുന്നുള്ള ജോലിയാണെങ്കിൽ അത് ചെയ്യാനൊരു താല്പര്യം വരാറുള്ളൂ പലർക്കും. മറ്റേത് വളരെ കഠിനമായ ജോലിയാണ്. വെളുപ്പിന് എഴുന്നേറ്റ് പോകണം, ടാപ്പ് ചെയ്യണമെങ്കിൽ അത്ര വെളുപ്പിന് തലേദിവസം. പണ്ടൊന്നും വലിയ TV-യുടെ കാര്യമില്ലായിരുന്നു. ഇപ്പോൾ TV, ഇന്റർനെറ്റ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് താമസിച്ചായിരിക്കും ഉറങ്ങുന്നത്. പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ടൊക്കെ പല പല കാരണങ്ങളാൽ അത് മാത്രമായിരിക്കില്ല. കാരണം മക്കള് നമ്മളെക്കാളും നല്ല രീതിയിലാക്കണം എന്നുള്ളത് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പം അതിനൊന്നും ഒരു തടസ്സമാണ് ടാപ്പിംഗ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ടാപ്പിംഗ് രാവിലെ ചെയ്ത് രാവിലെ തീരുന്നൊരു കാര്യമാണ്. പിന്നീട് ആളുകൾക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും. അപ്പം അങ്ങനെ ഇതൊരു നമുക്ക് ആവശ്യമാണ്. ശ്രീ ഗോപകുമാരോട് നിങ്ങളോട് വിശദമായി പറഞ്ഞ അതിനെക്കുറിച്ചുള്ളത്. നെൽവയൽ സംരക്ഷണ നിയമം വന്നത് നെൽവയലുകൾ ഇല്ലാതെയായാൽ, തണ്ണീർത്തടങ്ങൾ ഇല്ലാതെയായാൽ കേരളത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ റബ്ബർ തോട്ടങ്ങൾ ഇല്ലാതായാലും കേരളത്തിന് ഇപ്പം നമ്മൾ പറയും ചൂട് ഓരോ വർഷവും കൂടി വരികയാണെന്ന്. റബ്ബർ തോട്ടങ്ങൾ ഇല്ലാതായാൽ ഈ ചൂട് എവിടെയൊന്നും നിൽക്കില്ല. അപ്പോൾ കേരളത്തെ ഇത്രയുമെങ്കിലും സംരക്ഷിച്ച് നിർത്തുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് റബ്ബർ തോട്ടങ്ങൾ വഹിക്കുന്നത്. അപ്പൊ ഇതിനെ നിലനിർത്തേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമാണ്, നമ്മളുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നല്ല രീതിയിൽ, അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടാമോ അതിന്റെ പരമാവധി ലഭിക്കാൻ ആ മരത്തെ സംരക്ഷിച്ച് നിർത്തുവാൻ റബ്ബർ ബോർഡിന്റെ സഹകരണത്തോടും ഞങ്ങളുടെ പോലുള്ളവരുടെയൊക്കെ ചെറിയ ഇടപെടലിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. GNG റബ്ബേഴ്സിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. ഇതേപോലുള്ളൊരു 4-5 ഏജൻസികൾ കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിൽ വെട്ടാതെ കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ അവർക്ക് നൽകുന്ന സഹകരണത്തിനും ആ സഹകരണം കൊണ്ടാണ് അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അവരെ വിശ്വാസം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു പരസ്പരമായ വിശ്വാസത്തോടും സഹകരണത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച അറിയിക്കുന്നു.
അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ്. റബ്ബർ ബോർഡിൽ നിന്നും ജോയിന്റ് റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണറായി റിട്ടയർ ചെയ്ത ശ്രീ ഹരിഹരൻ സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ വസന്തകേശൻ സാർ IR, ഞങ്ങളുടെ മുൻ ചെയർമാൻ ഷീല മാഡം IAS, വേദിയിലിരിക്കുന്ന എൻ്റെ മുൻ സഹപ്രവർത്തകരെയും എൻ്റെ മുന്നിലിരിക്കുന്ന റബ്ബർ കർഷകരെയും എൻ്റെ മുൻ സഹപ്രവർത്തകരെയും റബ്ബർ തൊഴിലാളികളെയും ചെയർമാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെയും മാഡത്തിൻ്റെയും പ്രസംഗത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഗവൺമെൻറ് പറഞ്ഞു. ഒന്ന്, കാസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കുറയ്ക്കാം. അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ കാസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ കാര്യം. എങ്ങനെ കാസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാം? കൂലി കുറയ്ക്കാൻ പറ്റില്ല, കെമിക്കൽസിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് അറിയാം, സാർ പറഞ്ഞതുമാതിരി നമ്മൾ സ്പ്രേയിങ്ങിന് 8 കിലോഗ്രാം അപ്രോക്സ് ക്ലോറൈഡ് ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്ന സ്ഥാനത്ത് 4 കിലോഗ്രാം മതി. പക്ഷേ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 4 കിലോഗ്രാം മതി. അപ്പോൾ അങ്ങനെ ഒരു കുറവ് മതി. വേറെ ഒരു എണ്ണത്തിൽ നമുക്ക് ഫെർട്ടിലൈസർ കുറയ്ക്കാൻ പറ്റില്ല, കൂലിച്ചെലവ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ലാഭകരമാക്കാൻ പറ്റും? അവിടെ ഒരൊറ്റ മാർഗമെന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ് മാത്രം. നിങ്ങളത് ആദ്യം മനസ്സിലാക്കേണ്ട സമയം. അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ് ഞാൻ ശരിക്കും പറയാമെന്ന സബ്ജക്റ്റ് ഇതല്ല. പക്ഷെ ബഹുമാനപ്പെട്ട ചെയർമാൻ ആ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലോട്ട് കടന്ന് ആദ്യം സംസാരിക്കാം. എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ് കൈവരിക്കാൻ സാധിക്കും? നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. റബ്ബർ ഒരു ഹൈടെക് ക്രോപ്പാണ്. ഒരിക്കൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 50 വർഷം കഴിഞ്ഞിട്ട് അത് റീപ്ലാന്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു മനുഷ്യായുസിൽ ഒരൊറ്റ പ്രാവശ്യമേ റബ്ബർ കൃഷി ചെയ്യാൻ പാടുള്ളൂ, പുരുഷായുസിൽ. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കുടുംബസ്വത്ത് കൈ കിട്ടുമ്പോൾ ഏകദേശം ഒരു 30 വയസ്സ് പ്രായം. അന്ന് നിങ്ങൾ റീപ്ലാന്റ് ചെയ്താൽ 7 കൊല്ലത്തെ ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞാൽ ഒരു 40 വർഷം ആ മരങ്ങൾ ടാപ്പ് ചെയ്യും. അങ്ങനെ ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ റബ്ബർ ലാഭകരമായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ് അതിൽ കൂടെ കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ഈ പ്രൊഡക്റ്റീവ് എൻഹാൻസ്മെൻറ്റ് കൈവരിക്കുക? ഒരു പ്രധാന കാരണം നമ്മുടെ കൃഷി ചെയ്യുന്ന രീതിയാണ്. വളരെ പല കൃഷി രീതികളെ പറ്റി ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല. പിന്നെ എപ്പോഴെങ്കിലും വർഷാപ്പോഴും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിശദമായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 82 മാസമുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് 7 വർഷമുണ്ട്. 7 വർഷം 84 മാസമുണ്ട്. 84 മാസമാകുമ്പോൾ ജൂണാകും. ജൂണാകുമ്പോൾ മഴക്കാലമാണ്. അപ്പം നമുക്ക് ടാപ്പിംഗ് തുടങ്ങാൻ പറ്റില്ല. അതിനേക്കാൾ 2 മാസത്തിന് മുമ്പ് 82 മാസത്തിൽ നമ്മൾ ടാപ്പിംഗ് തുടങ്ങുമ്പോൾ 95% മരങ്ങളെങ്കിലും ടാപ്പിംഗ് തയ്യാറായിരിക്കണം. ഇവിടെയാണ് പ്രാഥമികമായിട്ടും ഇത് എങ്ങനെ സാധിക്കും? അതാണ് ആവശ്യം. പല തോട്ടങ്ങളിൽ നമ്മൾ കാണുന്നതാ ഒരു 50% മരങ്ങളെ ടാപ്പിങ്ങിൽ വരുന്നു. ടാപ്പിംഗ് തുടങ്ങുമ്പോൾ മെജോറിറ്റി തോട്ടങ്ങളുടെ സ്ഥിതിയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. 8 കൊല്ലം 50% തോട്ടങ്ങൾ ടാപ്പിങ്ങിൽ വന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? 50% തോട്ടങ്ങൾ മരങ്ങൾ ടാപ്പിംഗ് ഇടത്തിൽ എത്തി ടാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ഇയറിൽ ക്രോപ്പ് ലോസ് 50% ആണ്. നമ്മൾ 100 മരം വെച്ചാൽ 50 മരം. അപ്പം രണ്ടാമതൊരു കാര്യം, 50% മരങ്ങൾക്ക് ടാപ്പിംഗ് ഗർത്ത് എത്തിയെങ്കിൽ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ ബാക്കി 50% മരങ്ങൾ കൂടി ആ സമയത്ത് ടാപ്പിംഗ് തുടങ്ങാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആശ്വസിക്കും, അടുത്തുള്ള 20% കൂടാവും. ശരിയാണ്, 70%മായി. എന്നാലും രണ്ടാമത്തെ കൊല്ലം നമുക്ക് ക്രോപ്പ് ലോസ് 30% ആണ്. മൂന്നാമത്തെ വർഷം നമ്മൾ വിചാരിക്കും 80%. ശരിയാണ്, പക്ഷെ എന്നാലും 15% ക്രോപ്പ് ലോസ്. 4ാമത്തെ വർഷമാകുമ്പോൾ മിക്കവാറും ഒരു സൈഡ് തീർത്തിരിക്കും. അപ്പോൾ 90% മതിക്കും. ബാക്കി 10% മരങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. അത് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പോലും ചുല്ലിഞ്ഞായിട്ട് നിൽക്കത്തില്ല. ഈ സിസ്റ്റം നമ്മൾ മാറ്റിയത് ശാസ്ത്രീയമായിട്ട് നിങ്ങളുടെ റബ്ബർ കൃഷി ചെയ്യും. ശാസ്ത്രീയമായിട്ട് റബ്ബർ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അകലം പ്രാപിക്കുക, ശരിയായ അകലം പ്രാപിക്കുക, അകലത്തിൽ പ്ലാൻ ചെയ്യുക, ശരിയായ രീതിയിൽ കുഴിയെടുക്കുക, അതിൽ ആവശ്യത്തിന് ചാണകവും ഫോസ്ഫേറ്റും ചേർത്ത് ഏറ്റവും നല്ല തൈകളുമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. പിന്നെ റബ്ബറിൻ്റെ ഹിസ്റ്ററിയിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സമയം. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ 63ാമത്തെ വർഷമാണ് ഈ റബ്ബറുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു.
കേരളത്തിൽ റബ്ബർ കൃഷി വികസനം നടക്കുന്ന കാലത്ത് കേരളത്തിലും നോർത്ത് ഈസ്റ്റിൽ റബ്ബർ കൃഷി വികസനം നടന്ന കാലത്ത് നോർത്ത് ഈസ്റ്റിലും പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു. 1965 ഞാൻ റബ്ബർ ബോർഡിൽ ജോയിൻ ചെയ്തു. 38 കൊല്ലം കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തു. 20 കാലം ഞാൻ റിട്ടയർ ചെയ്ത് കാലം 24 വർഷം. പക്ഷെ ചടയമംഗലത്ത് ഞാൻ ജോലി ചെയ്ത് അരനൂറ്റാണ്ടിന് മുമ്പാണ്, 50 വർഷത്തിന് മുമ്പാണ്. നമുക്ക് അന്നത്തെ ഇന്നത്തെ സാധാരണ നിങ്ങളുടെ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ് നമ്മുടെ മേരിഗിരി ആസ്പത്രിക്കുന്ന സ്ഥാനത്ത്. അന്ന് ആ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടിന് ഇവിടെ കൃഷിക്കാരെയൊക്കെ കുറേ കൃഷിക്കാരനൊക്കെ അന്ന് വലിയ കൃഷി ഇവിടെ ഇല്ല. ഉള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അകത്ത് വിളിക്കുന്നു. എന്താണ് കൃഷി, എങ്ങനെയാണ് റബ്ബർ നടേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്, ഫെർട്ടിലൈസർ ചെയ്യേണ്ടതാണ്, സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയാണ്, ബോർഡ് മിശ്രണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം പറഞ്ഞ കാലത്ത് എൻ്റെ അടുത്ത് ഒരു വ്യക്തി ചോദിച്ച ചോദ്യമാണ്, സാറേ ഇത് മലപ്രദേശത്താണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവിടെ ഇനി വരുമോ? പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ഇവിടെ ഞാൻ 50 കൊല്ലത്തിന് മുമ്പേ ചടയമംഗലത്ത് വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് അറിയും, വലിയമാരോ ബിൽഡിങ്ങൊന്നുമില്ല, ഒരു മുട്ട കുന്നുകളാണ് അവിടെ കുറച്ച് മരിച്ചേരി കൃഷി ചെയ്തിട്ട് മണ്ണൊലിച്ച് പോയി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ കുറച്ച് പറങ്ങുമാവ് കാണും. പക്ഷെ ആ സ്ഥലത്തെല്ലാം ഇന്ന് റബ്ബർ കൃഷി. ചടയമംഗലത്തിൻ്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 4000 ഹെക്ടറിനകത്ത് റബ്ബർ കൃഷി ഉണ്ട്. 4000 ഹെക്ടറിൽ റബ്ബർ കൃഷി വെച്ചാൽ 3000 ഹെക്ടർ ടാപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻസ് ഒക്കെ കുറവായിരിക്കും. അന്നത്തിന് 1500 കിലോഗ്രാം വെച്ച് നോക്കിയാലും 4500 മെട്രിക് ടൺ റബ്ബർ ഉത്പാദിപ്പിക്കുന്നത് ഏകദേശം 9 കോടി രൂപയുടെ റബ്ബർ ഉത്പാദിപ്പിക്കുന്നു. മാത്രമല്ല ഈ 4000 ഹെക്ടറിൽ നമ്മൾ റബ്ബർ കൃഷി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകദേശം 3000 ആൾക്കാർക്ക് റബ്ബർ കൃഷി കൂടി ജോലിയുണ്ട്. 3000 കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ റബ്ബർ കൃഷി കൂടിയാണ്. നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് അതിന് മുൻഗണന കൊടുത്തേ പറ്റൂ. ഇപ്പോൾ നടക്കണം എന്താണ്, നമുക്ക് കൃഷി ചെയ്യാൻ സമയമില്ല. പൈനാപ്പിൾക്കാരെ വിളിച്ച് കൃഷി ചെയ്യിപ്പിക്കുക. പൈനാപ്പിൾക്കാരുണ്ട്, അവർക്ക് റബ്ബർ കൃഷി ചെയ്ത് തരുന്നതിൽ ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു താല്പര്യമുള്ളവരുണ്ട്. അവരുടെ താല്പര്യം പൈനാപ്പിളിൽ നിന്ന് ആദായം എടുക്കണം മാത്രം. അവർ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് പറയണം. ഈവൻ വൻകിട തോട്ടങ്ങളിൽ പോലും 1 ഹെക്ടറിൽ 450 പ്ലാന്റ് എടുത്ത് ഇവർ 400 പ്ലാന്റ് ചെയ്യും. എന്താണ് അവർ കൂടുതൽ പൈനാപ്പിൾ വെക്കാറ്. ലോകത്ത് കിട്ടുന്ന ഏറ്റവും മോശപ്പെട്ട തൈകൾ വാങ്ങിച്ച് വെക്കുള്ളൂ. ഇതിനാണ് റബ്ബർ വളർന്ന് ഷെയ്ഡായി കഴിഞ്ഞാൽ പൈനാപ്പിൾ ആദായം കിട്ടിക്കാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ റബ്ബർ ചെയ്യാൻ. അപ്പോൾ പൈനാപ്പിൾ വെച്ച് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഈ 450 വെക്കേണ്ട സ്ഥാനത്ത് എനിക്ക് റബ്ബർ ബോർഡിൽ തന്നെ വളരെ സീനിയറായിട്ടുള്ളൊരു വ്യക്തി, റബ്ബർ ബോർഡിൽ റിട്ടയർ ചെയ്ത് വളരെ സീനിയറായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന് നല്ല സുഖമല്ല. ഒരിക്കൽ എന്തൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന് പൈനാപ്പിളും വെച്ച് 5 ഏക്കർ റബ്ബർ പ്ലാന്റ് ഞാൻ കൊടുത്തു. ഹരിയർ ഒരു ദിവസം ഒന്ന് നോക്കണം. അങ്ങനെ ഞാൻ കോട്ടയത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പോയി. ആളുകൾ എങ്ങനെയെന്ന് വെച്ചാൽ 900 മരം വെക്കേണ്ട സ്ഥാനത്ത് കഷ്ടിച്ച് 800 മരങ്ങളെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം 100 മരമല്ലേ ഉള്ളൂ. പക്ഷെ ഈ 100 മരം കുറഞ്ഞപ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന നഷ്ടത്തെപ്പറ്റി ചിന്തിച്ചു നോക്കി. ഒരു മരത്തിൽ നിന്ന് നമ്മൾ ന്യായമായിട്ട് കിട്ടിയാൽ നമുക്ക് 5 കിലോ റബ്ബർ കിട്ടും. 30 വർഷം എൻ്റെ കണക്ക് 40 വർഷമാണ്. 30 വർഷം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോ കൂട്ടുന്നു? 150 കിലോ കൂട്ടും. ഇന്നത്തെ വില വെച്ച് നോക്കി എത്ര രൂപയായി? ഒരു മരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയണം. 200 രൂപയെന്ന് വിട്ടേക്ക് 150 രൂപ വെച്ച് നോക്കി എത്രയായി? 22,500 രൂപയുടെ റബ്ബർ ഒരു മരം 30 കൊല്ലം കിട്ടുന്നത് പോയി. 5000 രൂപ തടി 25,000 രൂപ വെച്ചു. അപ്പോൾ ഒരു മരത്തിന് 25,000 രൂപ നഷ്ടം വന്നപ്പോൾ 10 മരത്തിന് 2 ലക്ഷം, 100 മരത്തിന് അദ്ദേഹത്തിനുള്ള നഷ്ടം കണക്ക് നോക്കി. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ പൈനാപ്പിൾ കൃഷിക്കാർ നമ്മളോട് ചെയ്യുന്ന രോഗം, ഇത് മറ്റുള്ള കാര്യങ്ങളിലൂടെ പോകട്ടെ കേട്ടെ. അപ്പോൾ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രം പറയാൻ ഞാൻ പറഞ്ഞതാണ്. ഇനി എന്താണ് റബ്ബർ കൃഷി? റബ്ബർ കൃഷി ലോകത്തിൽ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? റബ്ബർ കൃഷി കേരളത്തിൽ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? റബ്ബർ കൃഷി ഭാരതത്തിൽ എന്താ കോൺട്രിബ്യൂട്ട്? നമുക്ക് ഒന്ന് ശരി സുഹൃത്തുക്കളെ, 1496 ഈ വൃക്ഷത്തെ ശരിക്കും അന്ന് ക്രിസ്റ്റഫർ കൊളംബസ് എന്ന വ്യക്തിത്വമാണ് ഏകദേശം 300 വർഷം 320 വർഷം അന്ന് വനത്തിൽ മറ്റുള്ള വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ വളരുന്ന ഒരു വൃക്ഷമായിരുന്നു റബ്ബർ. ഇന്ന് ലോകത്ത് 150 ലക്ഷം ഹെക്ടറിലാണ് വളരെ ശാസ്ത്രീയമായിട്ട് റബ്ബർ മരങ്ങൾ കൃഷി. അപ്പോൾ 150 ലക്ഷം ഹെക്ടറിന്റെ പ്ലാന്റ് ചെയ്യുന്ന ഈ മരങ്ങളിൽ നിന്ന് ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന ഏകദേശം 140 ലക്ഷം മെട്രിക് ടൺ റബ്ബറാണ്. നമുക്ക് ഈ സൈഡ് അറിയാം ഇല്ലേ? റബ്ബർ നട്ടാൽ
ടാപ്പ് ചെയ്താൽ റബ്ബർ കിട്ടുന്നതാണ്. പക്ഷെ ഇത് മാത്രമാണോ റബ്ബർ നിങ്ങൾക്ക് തരുന്നത്? അല്ല. മാഡം പറഞ്ഞ ഒരു കാര്യം കുട്ടിക്കാൻ കടക്കുകയാണ്, എന്തും കൊണ്ട് റബ്ബർ തോട്ടങ്ങൾ നിലനിർത്തണം. അപ്പം നമ്മൾ ഈ 150 ലക്ഷം ഹെക്ടർ എന്ന് പറയുമ്പോൾ 150 ലക്ഷം ഹെക്ടറിൽ, അതായത് 1.5 കോടി ഹെക്ടറാണ്. ഈ 1.5 കോടി ഹെക്ടറിൽ 150 ലക്ഷം ഹെക്ടറിൽ എത്ര ജോലിക്കാർ വേണം? എത്ര ജോലിക്കാരെ കണ്ടിരിക്കേണ്ടത്? ഏകദേശം 20 ലക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇത് ഈ മരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദായത്തിന് പുറമേ പിന്നെന്താ കിട്ടുന്നത്? നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷം എന്നും കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് മൂടപ്പെട്ടിരുന്ന അന്തരീക്ഷം നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങൾ മാത്രമാണ്. ആമസോണിലെ വനങ്ങളിൽ പോലും 1 ഹെക്ടറിൽ നിൽക്കുന്ന മരങ്ങൾക്ക് 3 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഒരു വർഷം വലിച്ചെടുക്കുന്നുള്ളൂ. മനസ്സിലാക്കുക, റബ്ബർ തോട്ടങ്ങളിൽ ഒരു വർഷം 1 ഹെക്ടറിൽ നിന്ന് 25 ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് ഈ മരങ്ങൾ വലിച്ചെടുക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തെ ശുചീകരിച്ചു വരുന്നത് മാത്രമോ? സുഹൃത്തുക്കളെ, ഈ 150 ലക്ഷം ഹെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇലപൊഴിയുന്ന മരമാണ്. ഓരോ വർഷവും 1 ഹെക്ടറിൽ 8 ടൺ ഇലയാണ് ഭൂമിയിൽ വീഴുന്നത്, ഭൂമിയെ പരിപുഷ്ടമാക്കുന്നത്. അങ്ങനെ വന്നാൽ 150 ലക്ഷം ഹെക്ടറിൽ എന്തുമാത്രം വീഴുന്നു. അടുത്തൊരു കാര്യം, എന്തുമാത്രം ജീവജാലങ്ങൾ ഇതിനകത്ത് വസിക്കുന്നു. അവരൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലേ? പുഴുക്കളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പൂമ്പാറ്റകളായിക്കോട്ടെ, എന്തെല്ലാം സാധനങ്ങൾ ഇതിനകത്ത് വളരുന്നു. ഇതെല്ലാം കണക്കാക്കുമ്പോൾ റബ്ബർ കൃഷി ഒരു കാര്യങ്ങളും മനസ്സിലാക്കുക. നമുക്ക് ഏകദേശം ഈ 150 ഹെക്ടർ 150 ലക്ഷം ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വൃക്ഷങ്ങളുണ്ടെന്ന് അറിയാം? ഏകദേശം 600 കോടി വൃക്ഷങ്ങളാണ്. ഈ 600 കോടി വൃക്ഷങ്ങളിൽ നിന്ന് 3% വൃക്ഷങ്ങൾ നമ്മൾ എല്ലാ വർഷവും റീപ്ലാന്റ് ചെയ്യുന്നു. അപ്പൊ എത്രയാകുന്നു? ഏകദേശം 18 കോടി വൃക്ഷങ്ങൾ നമ്മൾ ഓരോ വർഷവും റീപ്ലാന്റ് ചെയ്യും. റീപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാൻഡ് കുറഞ്ഞു പോകും. അപ്പൊ 10,000 കോടി വൃക്ഷങ്ങൾ. ഒരു മരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തടിയിലാമത്തെ എന്നറിയാം 0.8 കുബിക്. അങ്ങനെ വരുമ്പോൾ 80 ലക്ഷം കുബിക് തടിയും അതിനൊക്കെ തുല്യമായ വിളവും നമുക്ക് കിട്ടുന്നത്. ഇതിന് പുറമെ അന്തരീക്ഷം ചൂടുപിടിക്കാതെ, സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ഭൂമിയിൽ വീഴാതെ ഇത്രയും ഭാഗമെങ്കിലും സംരക്ഷിക്കപ്പെടുന്നു. മാറാതെ മഴ പെയ്യുമ്പോൾ അതിശക്തമായിട്ട് മഴ ഭൂമിയിൽ പതിക്കാതെ മണ്ണിൽ വീഴാതെ നമ്മളെ സംരക്ഷിക്കുന്നു. ഈ കൃഷി വേണമോ വേണ്ടി ലാഭകരമാക്കാൻ ശാസ്ത്രീയമായി കൃഷി ചെയ്തിട്ട് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ റബ്ബർ കൃഷി ഇത് ലോകത്ത് കേരളത്തിന് എന്താ റബ്ബർ കൃഷി കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇന്ന് കാണുന്ന ഒരു ഐശ്വര്യം ഉണ്ടെങ്കിൽ ആ ഐശ്വര്യത്തിന്റെ ഒരു കാരണം റബ്ബർ കൃഷി തന്നെ. എങ്ങനെയാണ് കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്? ഒരു വർഷം നിങ്ങൾക്ക് അറിയുമായിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി തെങ്ങ് കൃഷിയാണ്, അല്ലെ? ഏറ്റവും പ്രധാന കേരളത്തിൽ നേരിട്ടുണ്ട് അതുമായിട്ട് ബന്ധം. ആ തെങ്ങ് കൃഷി എന്തായിരുന്നു? നമ്മൾ കൽപ്പവൃക്ഷം എന്ന് നിർമ്മിച്ചിരുന്നില്ലേ? കടി നമ്മൾ വീടാവശ്യം ഉപയോഗിക്കുക, ഓല വീട് മേയാൻ ഉപയോഗിക്കുക, തേങ്ങ. അത് കഴിഞ്ഞിട്ട് ചകരി വരെ നമ്മൾ ഉപയോഗിച്ചു. ഇതിനാണ് കയർ. അന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് കയർ ബിസിനസ്സാണ്. ഞാൻ റബ്ബർ ബോർഡ് ജോയിൻ ചെയ്ത കാലഘട്ടത്തിൽ കയർ ബോർഡിൻ്റെ ഒരു പരസ്യമുണ്ട്. എന്താണെന്ന് പറയുന്നത്? ദ ഗോൾഡൻ ഫൈബർ ദാറ്റ് മേക്സ് ദ കയർ. അതായത് കയർ പിരിക്കുന്ന 4 സ്വർണ്ണമായിട്ടുള്ള. പക്ഷെ ഈ വ്യവസായങ്ങളെല്ലാം ബാധിച്ചു. 1940 തെങ്ങ് കൃഷിക്ക് ഒരു സൂക്കേട് കിട്ടും, റൂട്ട് മെഡിസിൻസ്. ആ സൂക്കേടിൽ നിന്നും കേരള കർഷകർക്ക് രക്ഷപ്പെടാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തെങ്ങുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിച്ചു. ആ സമയത്താണ് റബ്ബർ കൃഷി എന്ന ആശയമായിട്ട് കർഷകരെ സമീപിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് കൃഷി നശിച്ചതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ കർഷകർ റബ്ബർ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷെ അന്നത്തെ സ്ഥിതി എന്നറിയാമോ? ആർക്കും അറിയില്ല റബ്ബർ കൃഷി അറിയണം. 1902 നമ്മൾ കൃഷി തുടങ്ങി. പട്ടേക്കാട് എസ്റ്റേറ്റ് തുടങ്ങിയപ്പോൾ ഒരു വലിയ എസ്റ്റേറ്റുകളാണ്. യൂറോപ്യൻ മാനേജേഴ്സ് മാനേജ് ചെയ്യുന്ന സാധാരണ ആർക്കും തന്നെ റബ്ബറുമായിട്ടൊരു ബന്ധമില്ല. 47 റബ്ബർ ബോർഡ് സ്ഥാപിതമാകുന്നു. ഏകദേശം 49 നമ്മൾ എസ്റ്റേറ്റ് തുടങ്ങുന്നു. 500 ആളാണ്. 49 ഞങ്ങളുടെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി തുടങ്ങുന്നു. PPT ഒരൊറ്റ വ്യക്തിയാണ് അന്ന് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്
ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ് വിദ്വാനത്തെ റബ്ബർ ബോണ്ട് സംസ്കാരമായി മാറിയത്. അപ്പൊ എന്താ സംസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ കൃഷി നമ്മളന്ന് കൃഷിക്കാർക്ക് അറിയണം. ഞങ്ങളുടെ ഓഫീസിൽ തന്നെയാണ്, ഓഫീസിൽ അതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ നഴ്സറി ബെഡുണ്ടാക്കി വിത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് വാങ്ങി വിളിപ്പിച്ച് ഈമപ്പെട്ടി കൊണ്ടുവന്ന് ഈമക്കെട്ടിക്കകത്ത് ഈ അരക്കപ്പൊടിയും വെച്ച് ലെയർ അറേഞ്ച് ചെയ്ത് കൃഷിക്കാർക്ക് കൊടുക്കുക മാത്രമേ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പോകും എന്ന് പറഞ്ഞു. എത്ര നേരത്തെ എത്ര ഇല്ല കുടിയെടുക്കേണ്ടത്, എങ്ങനെയാണ് കുടിമുടേണ്ടത്, എത്ര ഗാനങ്ങളുണ്ട്, റോക്കോസ്മേറ്റ് ഇടണം, എങ്ങനെ കുടിമൂടണം, എങ്ങനെ കൈ നടണം, എങ്ങനെയാണ് ഡ്രസ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഓഫീസ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നിർത്തിക്കേണ്ടത്, ഇങ്ങനെ റബ്ബറുമായിട്ട് പറ്റും. അത് ഞങ്ങളുടെ ഫീൽഡിൽ പോകുമെന്നല്ല തിരികെത്താണ് ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ വിത്ത് മുതൽ വിപണി വരെ ആയിട്ട് മാറണം. ആ ഒരു രീതിയിലാണ് പ്രവർത്തനം. അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാം. അങ്ങനെ റിസൾട്ട് സുഹൃത്തുക്കളെ, ഞാൻ റബ്ബർ കുടിച്ചാണ് 1959 ഇന്ത്യയുടെ പ്രൊഡക്ടിവിറ്റിയാണ് 284 കിലോ. വളരെ കറക്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞത്. 284 കിലോ 30 വർഷം കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്ക് റബ്ബർ ബോർഡ് സർവീസ് വരുന്നത്. പ്രൊഡക്ടിവിറ്റിയുടെ 3 ഇരട്ടിയായി 788 കിലോഗ്രാം. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ കർഷകർക്ക് തെങ്ങ് കൃഷി മറ്റ് കൃഷി അറിയാം, പക്ഷെ റബ്ബർ കൃഷി അറിയാല. പക്ഷെ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്നും അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പ്രബുദ്ധരായ കർഷകർ സംശയമുണ്ടാക്കുകയാണ്. ആ പ്രബുദ്ധരായ കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഞങ്ങളുടെ സഹകരണത്തോടെ 30 വർഷം കഴിയുമ്പോൾ പ്രൊഡക്ടിവിറ്റി 3 ഇരട്ടി വർദ്ധമാണ്. 248 കിലോ എന്ന് പറഞ്ഞത് 780 കിലോഗ്രാം. സുഹൃത്തുക്കളെ, 20 വർഷം കൂടെ കഴിഞ്ഞു. അന്ന് പ്രൊഡക്ടിവിറ്റി ഇതിന്റെ ഇരട്ടിയായി 1557 കിലോഗ്രാം. മനസ്സിലാക്കുക, 30 വർഷം കൊണ്ട് പ്രൊഡക്ടിവിറ്റി 3 ഇരട്ടി വർദ്ധാണ്. 50 വർഷം കൊണ്ട് പ്രൊഡക്ടിവിറ്റി 5 ഇരട്ടി വർദ്ധാണ്. ഇതിനിടയിൽ 1995-96 അന്ന് നമ്മുടെ പ്രൊഡക്ടിവിറ്റി 1426 കിലോഗ്രാം ആയിട്ടാണ് ലോകത്തെ പ്രൊഡക്ടിവിറ്റി 1ാം സ്ഥാനം. ആ രീതിയിൽ 2006-07 ഇന്ത്യയുടെ പ്രൊഡക്ടിവിറ്റി 1871 കിലോഗ്രാം. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു. അതിന് പ്രധാന കാരണം കർഷകരുടെ കൃഷിയുടെ താല്പര്യം കുറഞ്ഞു. ഇന്ന് ഞാൻ കൺസൾട്ടൻസി കൊടുക്കുന്ന ചില ഇന്നും അവിടെ 2500 കിലോഗ്രാം ഉത്പാദനം. കഴിഞ്ഞ 10-15 കൊല്ലത്ത് കണക്ക് നോക്കാൻ 2000 ഞാൻ ശ്രീരാമനോട് ഞാൻ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു. അതുകൊണ്ട് ഞാൻ റിപ്പയറിങ്ങിനായിട്ട് വന്ന് സകല ചേർന്നാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാത്രം എനിക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്ത് പോയി എനിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല, അങ്ങനെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ആ തോട്ടത്തിൽ എങ്ങനെ 2000 രൂപ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, 1500 കിലോ നമ്മുടെ കഴിഞ്ഞു നടക്കുന്നത്. അപ്പോൾ ബയോഗ്യാസ് 2500 ഒരു ടൺ റബ്ബർ അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യണം. റബ്ബർ ആദകരമാണോ അല്ലയോ നിങ്ങളുടെ തീരുമാനിക്കുക. ആരുടെ കുറ്റമായിരുന്നു? ഒരു പ്രധാന ഘടകം ടാപ്പിംഗ് തന്നെയാണ്. ടാപ്പിംഗ് തന്നെയാണ് സ്റ്റേറ്റിലെ ഏറ്റവും മുഖ്യമായ ജോലികളാണ്. എന്തൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ മുഖ്യമായ 3 ജോലികൾ ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 1 ടാപ്പിംഗ്, 2 ടാപ്പിംഗ്, 3 ടാപ്പിംഗ്. ടാപ്പിംഗ് കഴിഞ്ഞിട്ടേ ഉള്ള കാര്യം പരിപാടി. അത്രത്തോളം പ്രാധാന്യം. എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്? നമ്മളിപ്പോൾ ചെയ്യണത് എങ്ങനെയാണ്? പറയാൻ മരങ്ങളെ ടാപ്പിംഗ് സ്റ്റൈൽ പിന്നെ അന്വേഷിക്കും. വെട്ടുകാരെങ്കിലും ഉണ്ടോ? അല്ലേ? നിങ്ങൾ അന്വേഷിക്കുന്ന വെട്ടുകാരെയല്ലേ? ഇപ്പം മരം വെട്ടും ടാപ്പിംഗ് 2 തന്നെയാണ്. മരം വെട്ട എല്ലാ ടാപ്പിംഗ്. പക്ഷെ നിങ്ങൾ വെട്ടുകാരെ കിട്ടിയുള്ളൂ മതി. നിങ്ങൾ എൻഗേജ് ചെയ്യുക, നിങ്ങളുടെ ആൾക്കാരൊക്കെ പറയുക ഞങ്ങൾക്ക് അതിന് സംവിധാനമുണ്ട്, അവരെ ട്രെയിൻ ചെയ്ത് ബെസ്റ്റ് ടാപ്പേഴ്സ് ആക്കി അതിന് നിങ്ങൾക്ക് നീതി. അപ്പൊ എന്ത് പറ്റുന്നു? ഒരു വെട്ടുകാരൻ വന്ന് വെട്ടിയാൽ ഒരു സൈഡ് 3 കൊല്ലം തീർക്കും. ഞാൻ പറയുന്നത് 7 കൊല്ലം ടാപ്പ് ചെയ്യണം. ഒരു സൈഡ് മറ സൈഡ് 7 കൊല്ലം ടാപ്പ് ചെയ്യണം. 14 വർഷം കഴിഞ്ഞിട്ട് 15ാമത്തെ വർഷം പുതുപ്പട്ടിലേക്ക് പോകുമ്പോൾ മരത്തിന് 21 വയസ്സ് പ്രായം കാണും. പുതുപ്പട്ടയ്ക്ക് 14 വർഷത്തെ വർഷം അപ്പോഴേ പുതുപ്പട്ടിയിൽ നാടായി പോകും. ഇല്ല 3 വർഷം ഒരു സൈഡും തീർത്ത് 3 വർഷം മറു സൈഡും തീർത്തതിന് ശേഷം 7ാമത്തെ വർഷം പുതുപ്പട്ടിയിൽ പോയാൽ നിങ്ങൾക്കൊന്നും കിട്ടാനും കൂടില്ല. റബ്ബറിനെ നിങ്ങൾ ശപിക്കാമെന്നല്ലാതെ ഒരു കാര്യം. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഡീ പാനൽ പോകുമ്പോൾ എന്ത് പറ്റുന്നു? എ പാനൽ 7 വർഷം ടാപ്പ് ചെയ്തു, ബി പാനൽ 7 വർഷം ടാപ്പ് ചെയ്തു, ഈ പാനൽ 6 വർഷം ടാപ്പ് ചെയ്തു. എത്ര വർഷമായി? 7 14 21ാമത്തെ വർഷമാണ് നമ്മൾ ഡീ പാനൽ
അതിന് പകരം നമ്മൾ 3, 6, 8 വർഷം 9 വർഷം 10 വർഷം ഈ രീതിയിൽ റബ്ബർ ചെയ്തിട്ട് റബ്ബർ കൃഷിയാകും. ഇനി അടുത്തൊരു കാര്യം ഞങ്ങളുടെ സമീപനം വളരെ ശക്തമായി പറഞ്ഞു. ഞാൻ റബ്ബർ ബോർഡ് നിരക്കുകയാണെങ്കിൽ 24 വർഷം. ഇന്ന് ഞാൻ പറയാണ് റബ്ബർ ബോർഡിന്റെ ഒരു പ്രത്യേക സംസ്കാരം, റബ്ബർ ബോർഡ് സംസ്കാരം, ഗവൺമെന്റ് സർവീസ് സംസ്കാരം, സോഷ്യൽ സർവീസ് സംസ്കാരം, റൂറൽ ഡെവലപ്മെന്റ് എന്ന റബ്ബർ ബോർഡ് സംസ്കാരം ആദ്യമായിട്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കിയപ്പോഴറിയാം. വെട്ടുകാരിയതിന് ശേഷം ഞാൻ 4 ഊരിൽ താമസിച്ചു. ഒരു റേഷൻ കാർഡ് മാറ്റാൻ പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി റബ്ബർ ബോർഡ് എന്നാണ് ഇന്നൊരു റേഷൻ. അപ്പൊ അത് മനസ്സിലാക്കുക റബ്ബർ ബോർഡ്. ഇനി കേരളത്തിലെ ഐശ്വര്യത്തിന്റെ നിദാനം ഒരു കാരണമുള്ള പ്രശ്നമാണ്. നമ്മുടെ നോർത്ത് ഈസ്റ്റിലോട്ട് തിരിഞ്ഞാൽ അൽഫ, സുഫ, ബോഡോബൽ, നഗാർബസ് ഇവരെ ഇടയിലാണ് ഞാൻ ഇവിടെ അന്നത്തെ സ്ഥിതി എങ്ങനെയാൽ ഇവിടെ നിന്ന് 8-15 ദിവസം വേണം ഇതോടെ കിട്ടണം. ടെലിഫോണില്ല, മൊബൈലില്ല, താമസിക്കുന്ന ആർട്ടിസ്റ്റില്ല, മേശയില്ല, കഥയിലേക്ക് സ്റ്റാർട്ട് കൊണ്ടു. പക്ഷെ എനിക്കൊരു ഭാഷയുണ്ടായിരുന്നു. കാർഡ് ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങൾക്ക് തന്ന പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഭാഷ ആർട്ടിസ്റ്റിന്റെ മേശത്തിൽ പക്ഷേ കാര്യം രണ്ടാമത് കാര്യം ഭാഷ അറിയുക. ഭാഷ അറിയാതെ റബ്ബർ കൃഷി, റബ്ബർ കണ്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് എങ്ങനെ ഞാൻ റബ്ബർ കൃഷിക്കാൻ ഉദ്ദേശിക്കും, അങ്ങനെ എന്ത് രീതി അവർ പറയും. അന്ന് ഞാൻ എടുത്തൊരു റബ്ബർ ഒരു സ്കൂളിൽ ഞാൻ എന്നിട്ട് ഹെഡ് മാസ്റ്റർക്ക് സംസാരിക്കും. ഞാൻ ഉദ്ദേശിച്ചതാണ് എനിക്ക് ഈ ഭാഷയിൽ സംസാരിക്കാനുള്ള, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ലോക്കൽ ഭാഷയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു അധ്യാപകനെ കാണാം. ആ അധ്യാപകന്റെ ഞാൻ ഏതെല്ലാം ഹെഡ് മാസ്റ്റർ സമീപിച്ചു അവരെല്ലാവരെയും നമ്മൾ സമീപിച്ചു. അവരുടെ സഹായം കൊണ്ടാണ് ആ ഭാഷ അറിയാൻ പോലും അവരുടെ ഭാഷയിൽ സന്ദേശങ്ങൾ അവർ എത്തിച്ചു. ആ കൂട്ടത്തിലാണ് ഞാൻ സിസ്റ്റർ റോസ് എന്നൊരു വ്യക്തിയെ കാണുന്നത്. സിസ്റ്റർ റോസ് എല്ലാവർക്കും അറിയാൻ. അന്നാണ് ഞാൻ അവരെ വെള്ളിപ്പത്ത് മെഡിക്കൽ മിഷന്റെ ഡയറക്ടർ തൊടുപുഴ കല്യാണ സ്ത്രീ അവരെ ചെന്ന് അവരുടെ സഹായങ്ങളൊക്കെ മാഡത്തിന് സഹായം അവരെന്നോട് വരുമായിരുന്നു. രാവിലെ 5 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ അവരെ കൂടെ ചെന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന് റീസെൻ്റ് ആയിട്ട് 1 മാസം മുമ്പ് ഞാൻ അവർ വിളിക്കുമ്പോൾ പറയുന്നത് മേഘാലയ ഗവൺമെന്റ് 10 കോടി രൂപയാണ് 10 കോടി രൂപയാണ് ആ സൊസൈറ്റി ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ ചെയ്ത ജോലി എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് തീർക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ ആൾക്കാർ വിളിച്ചുപോയി, ആരോ വിളിച്ചുപോയി. അന്ന് ലളിതാംബിക മാഡത്തിന്റെ കാലത്ത് വലിയൊരു ക്യൂ സം കൊടുത്താണ് പുള്ളിയെ പുറത്തിറക്കി. രണ്ടാമത്തെ ഒരാളിനെ വിളിച്ചുകൊണ്ടുപോയി. അവൻ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അവൻ ജീവിതത്തിൽ കൊണ്ടോ പിന്നെ നിൽക്കുന്നു അറിയില്ല. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഇന്ന് നോർത്ത് ഈസ്റ്റിൽ ശാന്തി സമാധാനവും പുലരുന്നെങ്കിലും അതിൻ്റെ ഉറപ്പ് കാരണം യാതൊരു സംശയം. അടിവരയിട്ട് പറയുന്നത് കേരളത്തിൽ ഇന്ന് ഐശ്വര്യം നിങ്ങൾ ദർശിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണം പ്രകൃഷ്ണത്തിൽ നോർത്ത് ഈസ്റ്റിൽ കഴിഞ്ഞാൽ അവിടെ ഇന്ന് ശാന്തി സമാധാനം പുലരുന്നെങ്കിൽ അതിൻ്റെ ഉറപ്പ് കാരണം ഞങ്ങളുടെ പ്രവർത്തനം തന്നെയാണ് സന്ധ്യയുള്ളത്. ഇനി ഇതിനോട് ഒരു കാര്യം കൂടി ഞാൻ പഴയ ചെയർമാൻ്റെ സാന്നിധ്യം ഞാൻ ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ല. അവരുടെ വിഷൻ, ഞങ്ങൾ ചെയർമാന്മാരായിട്ട് വന്ന ആൾക്കാരുടെ ഒരു വിഷൻ, റബ്ബർ കൃഷി നാട് എങ്ങനെ വരണം, ഏത് രീതിയിൽ പോകണം. ഞാൻ റബ്ബർ ബോർഡ് ജോയിൻ ചെയ്യുമ്പോൾ അന്നത്തെ ചെയർമാൻ അബ്ദുൽ സാറേ ഒരു വളരെ സീനിയർ ഓഫീസറത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ വെസ്റ്റേൺ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ അതിൻ്റെ ഈ വരച്ച വരയിൽ നിൽക്കുന്ന ഒരു രീതി. ഞാൻ 65 റബ്ബർ ബോർഡ് ജോയിൻ ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ചെയർമാൻ എൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഇരിക്കുന്നു. അന്ന് ചെയർമാൻ റബ്ബർ ബോർഡ് ചെയർമാന് കാറൊന്നുമില്ല. റബ്ബർ ബോർഡ് ചെയർമാൻ അദ്ദേഹത്തിന് നമ്മുടെ കാറിനാണ്. ചെന്ന് വിളിച്ചു അദ്ദേഹം ഓഫീസിനകത്ത് കയറി. ഞാൻ ഒരു 5-6 രജിസ്റ്റർ കൊണ്ട് രജിസ്റ്റർ എടുത്തു. പുള്ളി തന്നെ നോക്കി PSH അദ്ദേഹത്തെ PS അബീൽ മുഹമ്മദ് എന്ന് അറിയിക്കുന്നു. PSH എന്ന് വരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സന്തോഷമുണ്ട്. അതിന്നും എൻ്റെ മനസ്സിലായി. അദ്ദേഹം അതിലേക്ക് പറഞ്ഞതെന്നറിയാമോ? നീനെവിടെ നീയെന്ന് വിടാന്നേക്ക് ഞങ്ങളെ കാണുന്ന പ്രായം എൻ്റെ 20 വയസ്സുള്ളൂ. അപ്പോൾ നീയെന്ന് വിടാന്നേക്ക് വിളിക്കുള്ളൂ. നീ ഇന്നലെ എവിടെയായിരുന്നു? നമുക്ക് ഇന്നും തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ചങ്ങനാശ്ശേരി ചെത്തുപ്പുഴ എന്നൊരു സ്ഥലത്താണ്. അവിടെയാണ് ഒരു കോൺവെന്റ് ഞാൻ തലേ ദിവസം പോയി.
ശരി ഇന്നലെ കാണാൻ പോയി. അവിടെ എന്തൊക്കെ കണ്ടു? അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു. പിന്നെ ഇന്നൊക്കെ കണ്ടു. അവർ മൾച്ച് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അത് ബ്രാൻഡ് ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. സൂപ്പർ അടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ബോർഡ് ഹൗസ് ഉണ്ടാക്കും. ശരി മറിക്കറാൻ കാറിൽ കയറി ഡ്രൈവറുടെ വഴി പറഞ്ഞു കൊടുത്തു. നേരെ ചെത്തിപ്പുഴ പോകാനായിട്ട് വഴി പറഞ്ഞു. അഭ്യോമ സാറും ഞാനും കൂടെ ചെത്തിപ്പുഴയിൽ കാണാൻ വേണ്ടി പോകുന്നു. അവിടെ ചെന്ന് ഞാൻ ബെല്ലടിക്കുമ്പോൾ സിസ്റ്റേഴ്സ് വരുന്നു. സിസ്റ്റേഴ്സ് വന്നുകൊണ്ട് പറഞ്ഞു ഇന്നലെ വന്നിരുന്നാണല്ലോ. ഞങ്ങളുടെ ചെയർമാൻ കൂടെ ഉണ്ട്. അദ്ദേഹം അകത്ത് കയറി ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെയുള്ള കൂടും ദീർഘദൃഷ്ടിയുള്ള ചെയർമാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായിരുന്നു. അതായിരുന്നു ഞങ്ങളെ പേര. ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു സമയമില്ലാന്ന് തോന്നുന്നു. നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ 1986 എന്നെ ആദ്യം നോർത്ത് ഈസ്റ്റിൽ ഞാൻ പറഞ്ഞു മേഘാലയയിൽ. 96 ഞാൻ രണ്ടാമത് വിടുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു റീജിയണൽ ഓഫീസ് കൊട്ടാരക്കര പോലുള്ള ഒരു റീജിയണൽ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളിന് എനിക്ക് തന്നത് 7 സംസ്ഥാനങ്ങളുടെ കാറിലാണ്. ആസാം, മേഘാലയ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, 7 വഴി പോലും അറിയാനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അന്ന് അവിടെ ഒരു ജോയിന്റ് റബ്ബർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു, ഒരു ഡെപ്യൂട്ടി റബ്ബർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ചക്കകത്ത് ഈ ജോയിന്റ് കമ്മീഷണറുടെ ഭുവനേശ്വരിലും ട്രാൻസ്ഫർ ചെയ്തു, ഡെപ്യൂട്ടി കമ്മീഷണർ അഗത്തലയ്ക്കും ട്രാൻസ്ഫർ ചെയ്തു. ഇവർ രണ്ടുപേരും പോയി കഴിയുമ്പോൾ ചെയർമാനും അന്നത്തെ ഞങ്ങളുടെ റബ്ബർ പ്രൊട്ടക്ഷൻ കമ്മീഷണർ ഡോക്ടർ എ കെ കൃഷ്ണകുമാർ സാറും രണ്ടുപേരും കൂടെ. അപ്പോൾ എയറോഡ്രോമിൽ വിളിച്ചിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഇനി ജോയിന്റ് ആർട്ടിസ്റ്റ് എന്നാ പോസ്റ്റ് ചെയ്യണത്? ഇനി ജോയിന്റ് ആർട്ടിസ്റ്റ് പോസ്റ്റ് ചെയ്യാ. കഴിഞ്ഞ കൊല്ലത്ത് ഇവിടുത്തെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഈ 7 സംസ്ഥാനങ്ങളായിട്ട് 5 റീജിയണൽ ഓഫീസുകൾ പ്ലാൻ ചെയ്തിരിക്കുന്ന 220 ഹെക്ടറാണ്. ഞാൻ അതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 660. നിങ്ങൾ 700 ഹെക്ടർ പ്ലാൻ ചെയ്യണം എന്നോട് ചെയർമാൻ നേരിട്ട് പറയാം. എനിക്ക് പ്രശ്നമായിരുന്നു. കാരണം അതിനും 10 കൊല്ലത്തിന് മുമ്പേ ഞാൻ മേഘാലയയിൽ പോയി 220 ഹെക്ടർ പ്ലാൻ ചെയ്തതാണ്. എനിക്കത് പ്രശ്നമായിരുന്നത്. അത് മാത്രമല്ല അന്ന് ഞാൻ 100 ഏക്കർ സ്ഥലമെടുത്ത് നോർത്ത് ഈസ്റ്റിലെ സെക്കൻഡ് ബിഗസ്റ്റ് ട്രെയിനിങ് സെന്റർ എസ്റ്റാബ്ലിഷ് ഞാൻ തിരിച്ചു. അപ്പോൾ എനിക്ക് 700 ഹെക്ടർ പ്ലാൻ എനിക്ക് പ്രശ്നമേ ആയിരുന്നു. എനിക്കറിയാം ഞങ്ങളുടെ കയ്യാണ്. അത് കഴിഞ്ഞപ്പോൾ ചെയർമാൻ ചോദിച്ചു നിങ്ങളൊക്കെ 86, 87 ഇവിടെ പലയിടത്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. ആരെങ്കിലും ടാപ്പിംഗ് ഉണ്ടായില്ല? എൻ്റെ മുഖം മാറി. കാരണം ടാപ്പിംഗ് നടക്കുന്നില്ല. ഇതെന്തിനാ വിറകിനാണ് നാട്ടുകാർ വെട്ടിക്കളയും. ഞാൻ 2 മാസം സമയം തരും. ഞാൻ 2 മാസം കഴിഞ്ഞ് വന്നാൽ എനിക്ക് റബ്ബർ ഷീറ്റ് കാണും. ഞാൻ ആകെ വിഷമിച്ചു. കാരണം ഇത് ചെയർമാൻ എവിടെ ഒരു നിങ്ങൾക്കറിയാം 7 സംസ്ഥാനങ്ങളിൽ അന്ന് വെസ്റ്റ് ബംഗാളിലും അരുണാചൽ പ്രദേശിലും ടാപ്പിംഗ് സ്റ്റേജിലുള്ള റബ്ബറില്ല. ബാക്കി 5 സംസ്ഥാനങ്ങളിലും ടാപ്പിംഗ് സ്റ്റേജിലുള്ള റബ്ബറുണ്ട്. ചെയർമാൻ എവിടെ വരുന്നത് എനിക്ക് ഉറപ്പാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു സാറേ ഇവിടുത്തെ പ്രശ്നം വയ്ക്കുന്ന അവതരിപ്പിക്കാൻ എന്താണെന്ന് സാറേ ഇവിടെ പുതിയതായിട്ടാണ് റബ്ബർ കൃഷി ചെയ്യുന്നത്. ഇവിടെ ടാപ്പിംഗ് പഠിപ്പിക്കാൻ പഴയ മരങ്ങളൊന്നുമില്ല. ടാപ്പിംഗ് അറിയുന്ന ആൾക്കാരില്ല. കത്തിയില്ല, ചില്ലില്ല, ചിരട്ടയില്ല, ആസിഡില്ല, റോഡില്ല, പുകപ്പരയില്ല. സാറേ ഞാൻ റോഡിൽ കുളിക്കണം, റബ്ബർ ഷീറ്റ് ഉണ്ടാക്കിത്തരാം, പക്ഷെ വാങ്ങിക്കാൻ ആളില്ല. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. 2 മാസം കഴിഞ്ഞു അദ്ദേഹം ഡൽഹിയിൽ തന്നെ വിളിച്ചു. നാളെ ഞാൻ ഗുവാഹട്ടിയിൽ വന്നു. അപ്പോൾ ഇതിനിടയിൽ കൃഷ്ണകുമാർ സാർ ചെയ്ത് വലിയൊരു ഉപകാരമുണ്ട്. ഒരു നാല് സാധനം എനിക്ക് അയച്ചു. അതാണ് എക്സ്റ്റൻഷൻ സപ്പോർട്ട്. അതിനകത്ത് ചിന്ത തൊട്ട് റെഡിമെയ്ഡ് സ്മോക്ക് ഹൗസുകളുണ്ട്. ഇതിന് ഞാൻ 5 സ്ഥലത്തോട് സ്ഥാപിച്ചു. അന്ന് എയറോഡ്രോമിൽ നിന്ന് വിളിച്ച് ഗുവാഹട്ടിയിൽ പോകുമ്പോൾ, ആസാമിലെ ഗുവാഹട്ടിയിൽ പോകുമ്പോൾ ചെയർമാനോട് പറയുകയാണ് നാളെ എനിക്ക് മേഘാലയയിൽ റബ്ബർ ഷീറ്റ് കാണണം. കുറേയുള്ള ഓഫീസിൽ അറേഞ്ച് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ ചെയർമാനെയും റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണറെയും കൂട്ടി ഈ സ്ഥലത്ത് പോവുകയാണ്. അവിടെ ഒരു വീട്ടിലാണ് ഈ പ്രോസസ്സിംഗ് ഷെഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം യജമാനിസ്ഥാനിൽ പരിചയമുള്ള ആൾക്കാരുണ്ടോ എനിക്കറിയില്ല. അദ്ദേഹം നിരന്തരം സിഗരറ്റ് വെച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് മാറുകയില്ല. ഈ പറ്റി അദ്ദേഹത്തിന് വേണ്ട എന്നാൽ ഞാൻ പറയണം. പിന്നെ ഒരു സിഗരറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കത്തിച്ചോളണം. അങ്ങനെ അദ്ദേഹം സിഗരറ്റ് വലിച്ചുകൊണ്ട് നമ്മൾ ഈ പുകപ്പര സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ അവർ ആദ്യമായിട്ട് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കി അവർക്കുള്ള സന്തോഷത്തിൽ ഇവർ ഒരു റബ്ബർ ഷീറ്റ് 2 കൈകളില്ലാതെ നോക്കി ചെയർമാൻ മുന്നോട്ട് വയ്ക്കും. ചെയർമാനൊന്നും അറിഞ്ഞൂടാ. അവർ ആ ഷീറ്റ് 2 കൈയിൽ തൂക്കി ചെയർമാൻ മുന്നോട്ട് വയ്ക്കും. അതൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ വാക്കും. ജോലി എനിക്കറിയാം. ചെയർമാൻ എന്ത് ചെയ്യുന്നറിയാം? അദ്ദേഹത്തിൻ്റെ കയ്യിൽ സിഗരറ്റ് ആടിയിട്ടു.
ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ മറക്കാനൊക്കാത്ത ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ ഫോട്ടോ എടുത്ത് ഡ്രോയിങ് വെച്ചു ആ സ്ത്രീയുടെ ചിരിയും ഇവിടെ കയ്യിൽ പ്രദർശിച്ചു. ചെയർമാൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പറഞ്ഞു കഴിയുന്നു, കരിയരം പോകുന്നതിന് മുമ്പേ എനിക്ക് ഗുവാഹട്ടിയിൽ റബ്ബർ ബോർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി തരണം. മാർക്കറ്റിംഗ് ശരിയായിട്ടില്ല, അതുകൊണ്ട് മാർക്കറ്റിംഗ് ശരിയാക്കണം. അപ്പോൾ കൃഷ്ണകുമാർ സാറിന് മണിമലയാണ്ട് ഒരു ബ്രാഞ്ച് തുടങ്ങാൻ അവിടെ വളരെ ചുരുക്കി പറയുകയാണ്. അങ്ങനെ 96 ഇന്നത്തെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സും മണിമലയാണ്ട് ബ്രാഞ്ച് കൂടെ. മണിമലയാണ്ട് ബ്രാഞ്ച് 7 സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാക്കുന്ന റബ്ബർ ഗുവാഹട്ടിയിൽ വാങ്ങിച്ചു വെച്ചാൽ ആരെങ്കിലും കൊണ്ടുവരുമോ? 10 കിലോ റബ്ബർ കാണും, 350 രൂപ ടാക്സിയും അല്ലെങ്കിൽ ബസ്സും കൊടുത്താൽ വരുമോ? നമ്മൾ സർവീസ് ശരിയാവില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. നമ്മൾ റബ്ബർ ബോണ്ട് ഏതൊക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടോ അവിടെ എല്ലാം ഞാൻ പൈസ കൊടുക്കും, മണിമലയാണ്ട് പൈസ കൊടുക്കും, അവിടെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണ് മണിമലയാണ്ട് ബ്രാഞ്ച്. അത് കഴിഞ്ഞിട്ട് 2001 എൻ്റെ 3ാമത്തെ ടൈമിൽ ഞാൻ ഓഫീസ് 3 ടൈം ഞാൻ 6 കൊല്ലം ഓഫീസ് വർക്കിയിരുന്നു. 3ാമത്തെ ടൈമിൽ ഞാൻ പോകുമ്പോൾ ഒരു ദിവസം വെള്ളപ്പൊക്കത്തിൽ പോയി. 3 ദിവസം ഈ ഗസ്റ്റ് ഹൗസിനകത്ത് കിടക്കേണ്ടി വന്നു. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അനിൽകുമാർ, പുള്ളിക്ക് അഡീഷണൽ ഓഫീസിൽ ഇട്ട് അറിയാം, പുള്ളിക്ക് കഞ്ഞി വയ്ക്കാനും കാപ്പി ഇടാനും അറിയാവുന്ന 3 ദിവസം ആയിരുന്നു. അന്നാണ് ഞാൻ എഴുതി അയക്കുന്നത്, എൻ്റെ കാലഘട്ടത്തിൽ ഇത്രയും വിഷമങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. പക്ഷേ അടുത്ത തലമുറയുടെ ആൾക്കാർ ഈ വിഷമം വരാൻ പാടില്ല. 43 ക്വാർട്ടേഴ്സ് കൺസ്ട്രക്ഷൻ 43-42 ക്വാർട്ടേഴ്സ് കൺസ്ട്രക്ഷൻ പ്രൊപ്പോസൽ ഞാൻ അയക്കുന്നു. ആ വർഷം ഞാൻ റിട്ടയർ ചെയ്യുന്നു. ഇക്കാലത്ത് 43 ക്വാർട്ടേഴ്സും കൺസ്ട്രക്ട് ചെയ്യുന്ന ഓർമ്മ ശരിയാണെങ്കിൽ മാഡമാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് തോന്നുന്നു. ഇന്ന് അവിടെ ആ പ്രശ്നം എന്തുകൊണ്ട് ഇത് സാധിച്ചു? അവിടെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത ഒരു ടീം ആൾക്കാർ. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ്. ആദ്യം 1965 റബ്ബർ ബോർഡ് ജോയിൻ ചെയ്യുന്നത് മുതൽ ഇന്നതുവരെ ഇരിക്കുന്ന റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അവരുടെ വിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. 63 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ മണിക്കൂറോളം സംസാരിക്കേണ്ട വിഷയങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അതിന് ഇപ്പോൾ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. എൻ്റെ 25ാമത്തെ വർഷം റിട്ടയർ ചെയ്യാൻ 25 വർഷക്കാല നൂറ്റാണ്ട്. അതിനുശേഷം ഇങ്ങനൊരു സദസ്സിൽ വന്ന് ഞാൻ സംസാരിക്കാനുള്ള സാഹചര്യം തന്ന ഈ പ്രസ്ഥാനത്തിന് എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് സകലവിധമായ ശരികൾ നടന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അടുത്തതായി ശ്രീ ഹരിഹരൻ സാറിനെ ആദരിക്കുകയാണ്. മത്തായ ഇന്ത്യൻ റബ്ബർ ബോർഡിന്റെ മഹാനായ ഉദ്യോഗസ്ഥൻ. 1965 റബ്ബർ ബോർഡ് ഇൻസ്ട്രക്ടറിൽ നിന്ന് 2002 റബ്ബർ ബോർഡ് ജോയിന്റ് കമ്മീഷണറായി നീണ്ട 37 വർഷക്കാലത്തെ സേവനാനന്തരം ഈ 83ാം വയസ്സിലും റബ്ബർ മേഖലയിലെ സജീവ സാന്നിധ്യവും കർമ്മയോഗ്യവുമായ ശ്രീ ഹരിഹരൻ സാർ. റബ്ബർ തോട്ടമാണ് എന്റെ ഊർജവും ആവേശവും എന്ന് ഇന്നും ഉറക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ ഹരിഹരൻ സാർ നമുക്ക് എല്ലാവർക്കും ഊർജം തരുന്ന ഒരു പ്രതിഭാസമാണ്. സാറിനെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ വസന്തകേശൻ അയ്യാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. Today we take a moment to honor a distinguished officer of the Indian Rubber Board, respected Hariharan Sir, who has rendered 37 years of dedicated and exemplary services to the rubber sector. May I now most respectfully invite the Honorable Executive Director of Indian Rubber Board, Sri Vasanthakesan Sir, to kindly come forward and present the token of appreciation and honor to the respected Hariharan Sir. എനിക്ക് ഈ ആദരം തന്നെ നൽകിയ ഈ പ്രസ്ഥാനത്തോടും അതെനിക്ക് പ്രസന്റ് ചെയ്ത എക്സിക്യൂട്ടീവ് ഡയറക്ടറോടും അന്ന് സാന്നിധ്യമുണ്ടായിരുന്ന മുൻ റബ്ബർ ബോർഡ് ചെയർമാനോടും നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. 63 വർഷം ഞാൻ റബ്ബർ ബോർഡ് ജോലി ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ പറ്റി എനിക്ക് അറിയില്ല. ഒരു 6 മാസം മുമ്പെയാണ് ഈ പ്രസ്ഥാനത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നു, കണ്ടു, കേട്ടു, മനസ്സിലാക്കി. അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് ഞാൻ ഫീൽഡിൽ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ അങ്ങനെ ചൂഷണം എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അതാണ് എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഹൻദാസിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് എത്ര ആകാംക്ഷഭരിതനായിട്ടാണ് നമ്മൾ അത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ അങ്ങനെ ചൂഷണം ഇല്ല എന്ന് മനസ്സിലായി. അതായത് ഈ പ്രസ്ഥാനത്തിന് ഒരു ശ്രേയസ് മാത്രമല്ല, ഇതേമായ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്
താങ്ക് യു സർ. അടുത്തതായി മികച്ച റബ്ബർ കർഷകനുള്ള അവാർഡാണ്. പ്ലാന്റേഷൻ അഡോപ്ഷൻ ഡേ 2026 ജിയാൻജി റബ്ബേഴ്സും കേരള റബ്ബർ ലിമിറ്റഡും സംയുക്തമായി സംഘടിപ്പിച്ച ട്രെയിനിംഗ് പരിപാടിയിൽ മികച്ച റബ്ബർ തോട്ടമായി തിരഞ്ഞെടുത്തത് ശ്രീ പ്രസന്നൻ സാറിന്റെ തോട്ടമാണ്. ശ്രീ എസ് പ്രസന്നൻ സാർ. റബ്ബർ കർഷകനായ അദ്ദേഹം ദീർഘകാല അധ്യാപനത്തിനൊടുവിൽ തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്യുകയും തുടർന്ന് നിലമേൽ ആസ്ഥാനമാക്കി ഒരു റബ്ബർ ബാൻഡ് യൂണിറ്റ് ആരംഭിക്കുകയും നിലവിൽ ലാറ്റക്സ് വിപണിയിൽ ഇടപെട്ട് പ്രവർത്തിച്ചു വരികയുമാണ്. കൃഷിയും വ്യവസായവും യോജിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് കാട്ടിത്തന്ന മാതൃകാ അധ്യാപകനായ ശ്രീ പ്രസന്നൻ സാർ. മികച്ച റബ്ബർ കർഷകനുള്ള അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ പ്രസന്നൻ സാറിനെയും അവാർഡ് നൽകുന്നതിനായി ശ്രീമതി ഷീല തോമസ് മേഡത്തിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബെസ്റ്റ് ഗ്രോവറായി അടുത്തതായി തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുൽ സലാം സാറിനെയായിരുന്നു. സാറിന് ഇന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. സാറിനുള്ള ഉപഹാരം പിന്നീട് നൽകുന്നതാണ്. അടുത്തതായി ബെസ്റ്റ് ടാപ്പർ അവാർഡാണ്. ജിയാൻജി റബ്ബേഴ്സിന്റെയും കേരള റബ്ബർ ലിമിറ്റഡിന്റെയും നേതൃത്വത്തിൽ നടന്ന നൈപുണ്യ വികസന പരിശീലന പരിപാടിയിൽ ഇടവേള കൂടിയ ടാപ്പിംഗിലെ D3, D7 എന്നിവ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുന്ന റബ്ബർ ടാപ്പറായി തിരഞ്ഞെടുത്തത് ശ്രീ മോഹൻ രാജിനെയാണ്. ബെസ്റ്റ് ടാപ്പർ അവാർഡ് സ്വീകരിക്കുന്നതിന് ശ്രീ മോഹൻ രാജിനെയും അവാർഡ് നൽകുന്നതിനായി ശ്രീ ഹരിഹരൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിനോടൊപ്പം നമ്മുടെ നൈപുണ്യ വികസന പരിശീലന പരിപാടിയുടെ സർട്ടിഫിക്കറ്റും ബാഡ്ജും ശ്രീ മോഹൻ രാജിന് നൽകുന്നതാണ്. സ്വീകരിക്കാനായി മോഹൻ രാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത സർട്ടിഫിക്കറ്റ് ശ്രീ സനീഷ് കുമാർ. ഈ പേര് വിളിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരേണ്ടതാണ്. അടുത്തതായി കെൻവിൻസൺ. അജിത് കുമാർ. മുഹമ്മദ് അലി. സുരേന്ദ്രൻ ബാബു. ബാലകൃഷ്ണൻ എസ്. ബിനിമോൻ ആർ. ശരത് ചന്ദ്രൻ എസ്. ഗണേശൻ. മണിരാജ് സി. മുജീബ് റഹ്മാൻ. മുരളീധരൻ നായർ. പ്രദീപ് ജി. പ്രകാശ്.
പ്രമോദ് മുരളീധരൻ, രാധാകൃഷ്ണൻ യു, രാജൻ, രാധികാവി, ശിവസ്വാമി, സോനു തങ്കരാജ്, ശ്രീജിത്ത്, സുനിൽകുമാർ എ, ദിനിൽ കുമാർ, വടിവേൽ, വിൽസൺ, കോഴ്സി, ജതൻ, മനുജി, സിൽവേഷ്, മണികുമാർ, അനിൽകുമാർ, സുരേന്ദ്രൻ കെ, രഞ്ജിത്ത് എസ് ആർ, ദേവസഹായം, ഇത്ര ജി രവേഴ്സിന്റെ സാരഥി ഗോപകുമാർ ആദ്യം തന്നെ എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ റബ്ബർ ബോർഡ് ഡയറക്ടറും മുൻ റബ്ബർ ബോർഡ് ചെയർമാനുമായിരുന്ന മഹാവ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയാണ്. അവരുടെ പ്രസൻസിൽ നടന്ന ഈ ചടങ്ങ് വളരെ മനോഹരമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ എനിക്ക് കുറച്ച് റബ്ബർ ലാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ടാപ്പിംഗ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കപ്പോഴാണ് ഗോപകുമാർ സാറിന്റെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടത്. അദ്ദേഹം ഇങ്ങനെ പ്ലാന്റേഷൻസ് അഡോപ്റ്റ് ചെയ്ത് ടാപ്പ് ചെയ്ത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എന്റെ ഒരു തോട്ടം നല്ല രീതിയിൽ നല്ല ട്രെയിൻഡ് സ്റ്റാഫിനെ ഇട്ട് ടാപ്പ് ചെയ്ത് അതിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് എനിക്ക് തരുന്നുണ്ട്. എനിക്കിപ്പം ചോദിക്കാനുള്ള ഒരു ചോദ്യം, എനിക്ക് സാറിനോട് ഹരിഹരൻ സാറായിരിക്കും ഉത്തരം പറയുന്നത്. എന്റെ ഈ തോട്ടത്തിൽ ഞാൻ കുറച്ച് റബ്ബറിനോടൊപ്പം തന്നെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റബ്ബർ മരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലയോ, അത് റബ്ബർ ആ പൈനാപ്പിൾ എടുത്ത് കളയണമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പൈനാപ്പിൾ കൃഷി ചെയ്യണമോ വേണ്ടിയോ? ഇത് റബ്ബർ ബോർഡിന്റെ അഭിപ്രായമുണ്ട്, എന്റെ അഭിപ്രായം വ്യക്തി വേറെയാണ്. റബ്ബർ യഥാർത്ഥത്തിൽ റബ്ബർ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ റബ്ബറിനോട് ചേർന്ന് തോട്ടക്കാരുടെ തന്നെ കൃഷി ചെയ്യണം, ഇല്ലാതെ വേറെ ഒന്നും ഇടകൃഷിയായിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇടകൃഷി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വാഴ മാത്രമേ ഇടകൃഷിയായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വാഴ കൃഷി ചെയ്താൽ ശരി തന്നെ, ഞാലിപ്പൂവൻ വാഴ മാത്രമേ ചെയ്യാവുള്ളൂ. എൻ്റെ മാഡം ചോദിച്ചതാണ് എന്തുകൊണ്ട് വൈകുണ്ഠ എസ്റ്റേറ്റിൽ ഞാലിപ്പൂവൻ വാഴ മാത്രം കൃഷി ചെയ്തിരിക്കുന്നു. അതിന് ഒരു ഇടകൃഷിക്ക് പോകുമ്പോൾ നമുക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. എന്താണ്? ആ ഇടകൃഷിയിൽ നിന്ന്
ചെറിയൊരു തണൽ, വേനൽക്കാലമാകുമ്പോൾ ചെറിയ തൈകൾക്ക് ചെറിയൊരു തണൽ കിട്ടണം. 1. 2, കാറ്റിൽ നല്ല ശക്തമായ കാറ്റ് ഇടിക്കുകയാണെങ്കിൽ താൽക്കാലികമായ ചെറുപ്പ് കിട്ടണം. 3, ആവശ്യത്തിന് ബയോമാസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ്. പിന്നെ അതിനൊരു വരുമാനം കിട്ടണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ കാര്യം. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള റബ്ബർ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇനി ഇടകൃഷി ചെയ്യുമ്പോൾ വാഴ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം ഈ പൈനാപ്പിളാണ് കൃഷി ചെയ്യണമെന്ന് വെക്കുക. ഞാൻ അതിനോട്ടിപ്പോൾ എതിർക്കുന്നില്ല. കാരണം റബ്ബർ ബോർഡ് ഒരു രീതിയിൽ തന്നെ അനുകൂലിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് പൈനാപ്പിൾ കൃഷി ചെയ്യണം എന്ന് റബ്ബർ ബോർഡ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 ഹെക്ടറിൽ 13,500 സക്കേഴ്സ് മാത്രമേ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എത്രയാണ്? 65,000 സക്കേഴ്സ്. ഓക്സിഡൈസ് ചെയ്ത് വാട്ടർ സോൾബിൾ ആവും. അങ്ങനെ വരുമ്പോൾ പൈനാപ്പിൾ അതിന് കിട്ടില്ല. പിൽക്കാലത്ത് റബ്ബറിന് ഇത് ആവശ്യമായി കാണില്ല. എന്നിരുന്നാൽ തന്നെയും റബ്ബർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പൈനാപ്പിൾ കൃഷി ചെയ്താൽ എന്ന് ഞാൻ ഇത് പറയുകയല്ല. ഇല്ലാതെ 13,500 റബ്ബർ സക്കേഴ്സ് വെക്കാനായിട്ട് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുമ്പോൾ 65,000 വെച്ചിട്ട് ഞാനിന്ന് നിർത്തണമോ വേണ്ടിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് പറ്റുകയില്ല. രണ്ടാമത് ഞാൻ പറയുന്നത് ഒരു 10-15,000 വെച്ച് നിർത്തുക. അല്ലാതെ ഇത് അത് അതിൽ കൂടെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് തന്നെയാണ്.